പ്രൈസ് ദി ലോർഡ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്ന് നമുക്ക് വീണ്ടും ദൈവവചന പഠനത്തിനായി ഒരുമിച്ച് കൂടുവാൻ സ്വർഗത്തിലെ ദൈവം സഹായിച്ചു. ജോയിൻ ചെയ്തിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുന്നു. ഇന്നത്തെ ക്ലാസ് ഏറ്റവും അനുഗ്രഹമായി തീരുവാൻ നമുക്ക് പ്രാർത്ഥനയോടെ ആയിരിക്കാം. ഇന്നത്തെ ക്ലാസ് എടുക്കുന്നത് കർത്താവിന്റെ ദാസൻ പാസ്റ്റർ മാത്യു പി തോമസ് തിയോളജി എന്നുള്ള വിഷയത്തെ ആസ്പദമാക്കിയാണല്ലോ. കഴിഞ്ഞ തുടർമാനമായ ക്ലാസ്സുകൾ എല്ലാ പ്രിയപ്പെട്ടവർക്കും അനുഗ്രഹമായിരുന്നു. ഇന്ന് രാത്രിയിലും കർത്താവിന്റെ ദാസനെ ദൈവം ശക്തമായി ഉപയോഗിപ്പാൻ നമുക്കെല്ലാവർക്കും പ്രാർത്ഥനയോടെ സ്തോത്രത്തോടെ ആയിരിക്കുമ്പോൾ ആർക്കെങ്കിലും ഒരാൾക്ക് അൺമ്യൂട്ട് ചെയ്ത് ഇന്നത്തെ ക്ലാസിന്റെ അനുഗ്രഹത്തിനായിട്ട് ചുരുക്കമായി പ്രാർത്ഥിക്കാമല്ലോ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗപിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ഈ സന്ധ്യാവേളയ്ക്കായ നന്ദിയോടൊപ്പനെ സ്തുതിക്കുന്നപ്പ, സ്തോത്രം ചെയ്യുന്ന കർത്താവേ. വീണ്ടും കർത്താവെ ഒരു ദാനമായി തന്നതിനായി ദൈവത്തിനോട് സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നപ്പ. അപ്പന്റെ വലിയ കരം ഞങ്ങളുടെ കൂടെ ഉള്ളതിനായി സ്തോത്രം. ഞങ്ങൾ ഇരിക്കുന്ന കർത്താവെ ഭവനങ്ങളെ അവിടുത്തെ കരങ്ങളിൽ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. അടിയങ്ങളെ ഓരോരുത്തരെ അവിടുത്തെ കരങ്ങളിലേക്ക് സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നപ്പ. കർത്താവെ, കഴിഞ്ഞ പകൽക്കാലം കർത്താവെ അടിയങ്ങളുടെ ജീവിതയാത്രയിൽ വന്ന് കുറവുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. അവിടുത്തെ തങ്കരക്തത്താലും വചനത്താലും കഴിഞ്ഞ് ഞങ്ങൾ ഒന്നുകൂടെ ശുദ്ധീകരിക്കണമേ എന്ന് അപേക്ഷിക്കുന്നപ്പ. അവിടുത്തെ മാറ്റമില്ലാത്ത വചനം പഠിക്കുവാൻ വേണ്ടി ഇതാ ഞങ്ങൾ അപ്പന്റെ പദപീഠത്തിലായിരിക്കുന്നപ്പ. ഇന്ന് രാത്രി കാലം കർത്താവെ വചനം പഠിപ്പിക്കുന്ന കർത്താവെ ഞങ്ങളുടെ മധ്യപിത്വം സാറിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവെ. കർത്താവെ ഹാലല സ്വർഗത്തിലെ കർത്താവെ പുതിയ അഭിഷേകത്താൽ ദാസനെ നിറയ്ക്കുന്ന കൃപയ്ക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഹാലലിയ. അടിയങ്ങളെ പഠിപ്പിക്കുവാൻ വേണ്ട കൃപകളെല്ലാം ദാസന്റെ മേൽ പകർന്നിരിക്കുന്നതിനായ സ്തോത്രം. കർത്താവെ ഹാലലെ വചനത്തിന്റെ വാതിലുകളെ തുറന്നു കൊടുത്തിരിക്കുന്നതിനായ സ്തോത്രം. അത് ഏറ്റെടുപ്പാനുള്ള കൃപ ഞങ്ങളുടെ മേൽ പകരേണ്ടതിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഞങ്ങൾ വചനം ഏറ്റെടുത്ത് കർത്താവെ വചന അടിസ്ഥാനത്തിൽ ജീവിക്കുന്നവരായി തീരേണ്ടതിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ. മറ്റുള്ളവരോട് വചനം ഷെയർ ചെയ്യുവാൻ ഞങ്ങളെ ബലപ്പെടുത്തണമേ, ശക്തീകരിക്കണമേ എന്ന് അപേക്ഷിക്കുന്നപ്പ. സ്വർഗമെല്ലാം കരുണയ്ക്കായി സ്തോത്രം ചെയ്യുന്നു പ്രാർത്ഥിക്കുന്നു കർത്താവെ. കർത്താവെ ഹാലക ബൈബിൾ കോളേജിന് വേണ്ടി ഞങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ഇതിന്റെ പിന്നിൽ അധ്വാനിക്കുന്ന സകലരെ അവിടുത്തെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ലാൽ സാറിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഷാജി സാറിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ പഠിപ്പിക്കുന്ന ഓരോ ടീച്ചേഴ്സിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സ്വർഗത്തിന്റെ കരമെല്ലാം അവരുടെ മേലും വെച്ചിരിക്കുന്ന കൃപയ്ക്കായി നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. പഠിക്കുന്ന സകല കർത്താവെ ഹാലലി ഞങ്ങളുടെ വിദ്യാർത്ഥികളെ അവിടുത്തെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവരുടെ കുടുംബങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഓരോരുത്തരും ആയിരിക്കുന്ന ദേശങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഞങ്ങൾ ഏത് ദേശത്തായിരുന്നാലും കർത്താവെ, ഇന്ന് രാത്രി കാലം ഞങ്ങൾ വചനം പഠിക്കുമ്പോൾ കർത്താവിന്റെ കരം ഞങ്ങളുടെ ഓരോരുത്തരും കൂടെ വരുന്ന കൃപയ്ക്കായി നന്ദിയോടെ സ്തോത്രം. പലവിധമായ ഭാരങ്ങളിലും പ്രയാസങ്ങളിൽ ഇരിക്കുന്നവരുണ്ട്. അവിടെ സകല ഭാരങ്ങളും ഇന്ന് കർത്താവെ ഹാലലിയ മാറിപ്പോകേണ്ടതിലൂടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സ്വർഗം അതെല്ലാം കരുതുന്നതിനായ സ്തോത്രം. കർത്താവെ ഇന്റർനെറ്റിന്റെ പ്രോബ്ലങ്ങൾ ഒന്നും ഉണ്ടാകാതെ കർത്താവെ അവിടുന്ന് കർത്താവെ നിയന്ത്രിക്കണമേ എന്ന് അപേക്ഷിക്കുന്നു. സ്വർഗം അതെല്ലാം മാനിക്കുന്നതിനായ സ്തോത്രം. സകലവും ഞങ്ങൾക്ക് വേണ്ടി ജീവൻ തന്നു ഉയർത്തിതേറ്റ നസ്രേന യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ആമേൻ. താങ്ക് യു ബ്രദർ സാമുവേൽ കുട്ടി. ദൈവം സഹായിക്കട്ടെ. തുടർന്നുള്ള ക്ലാസ് എടുക്കുവാൻ കർത്താവിന്റെ ദാസൻ വളരെ സ്നേഹത്തോടെ ആദരവോടെ ക്ഷണിക്കുന്നു. പാസ്റ്റർ മാത്യു പി തോമസ്, പ്ലീസ്. കർത്താവിന്റെ പരിശുദ്ധമുള്ള നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് പ്രത്യേകിച്ച് ബൈബിൾ ക്ലാസ്സിനുള്ള ബന്ധത്തിൽ സന്നിഹിതരായിരിക്കുന്ന ഏവർക്കും ക്രിസ്തീയ വന്ദനം അറിയിക്കുമ്പോൾ ഇതിന് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്ന പ്രിയ പാസ്റ്റർ ലാലു ജേക്കബ്, അതോടൊപ്പം തന്നെ ബൈബിൾ പഠനത്തിന് വേണ്ടി കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശു ക്രിസ്തുവിൻ നാമത്തിലുള്ള വന്ദനം ഈ സമയം അറിയിക്കുന്നു. ദൈവമായ കർത്താവ് നമ്മെ എല്ലാവരെയും സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ഈ സമയം പ്രാർത്ഥിക്കുന്നു. ഓക്കെ, നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്കെല്ലാവർക്കും അറിയാം, സിസ്റ്റമാറ്റിക് തിയോളജിയുടെ ഭാഗങ്ങളാണല്ലോ. സിസ്റ്റമാറ്റിക് തിയോളജിയോട് ബന്ധപ്പെട്ട് ഇപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ന്യൂമറ്റോളജിയുടെ ഭാഗമാണ്. ന്യൂമറ്റോളജി അല്ലെങ്കിൽ പരിശുദ്ധാത്മ ശാസ്ത്രം. ആ പരിശുദ്ധാത്മ ശാസ്ത്രത്തിനകത്ത് വിശേഷാല് അത് നമുക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്ന ആ ഭാഗങ്ങൾ നമുക്ക് വളരെ ഭംഗിയായിട്ട് ഓർമ്മയുണ്ടല്ലോ. അങ്ങനെയെങ്കിൽ തീർച്ചയായിട്ടും
ആദ്യമായിട്ട് നമ്മൾ ബിബ്ലിയോളജി പഠിച്ചു. ബിബ്ലിയോളജിക്ക് ശേഷം നമ്മൾ തിയോളജി പ്രോപ്പർ പഠിച്ചു. തിയോളജി പ്രോപ്പറിന് ശേഷം നമ്മൾ ക്രിസ്റ്റോളജി പഠിക്കുവാനായിട്ടിടയായി. ക്രിസ്റ്റോളജിക്ക് ശേഷമാണ് നമ്മളിപ്പോൾ ന്യൂമറ്റോളജിയിലേക്ക് വന്നിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ നാം ആ ന്യൂമറ്റോളജിയിൽ വളരെ വ്യക്തതയോടുകൂടെ അതേ നാം പഠിച്ചുകൊണ്ടിരിക്കുന്ന ഭാഗം എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിൻ്റെ ദൈവത്വത്തെക്കുറിച്ച് നമുക്ക് കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിക്കുവാനായിട്ടിടയായി. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ സ്ലൈഡിലൂടെ ദ ഡിവിനിറ്റി ഓഫ് ഹോളി സ്പിരിറ്റ്, പരിശുദ്ധാത്മാവിൻ്റെ ദൈവത്വം, ആ പരിശുദ്ധാത്മാവിൻ്റെ ദൈവത്വത്തിൽ ഡിവൈൻ നെയിംസ്, പരിശുദ്ധാത്മാവിൻ്റെ ദൈവിക നാമങ്ങൾ നമ്മൾ പഠിച്ചിരുന്നു. ദൈവം, കർത്താവ്. പിന്നീട് ആട്രിബ്യൂട്ട്സ് ഓഫ് ദ ഹോളി സ്പിരിറ്റ്, പരിശുദ്ധാത്മാവിൻ്റെ ദൈവിക ലക്ഷണങ്ങൾ, അതിൻ്റെ നിത്യത്വം, സർവവ്യാപിത്വം, സർവശക്തിത്വം, സർവജ്ഞാനിത്വം, സ്വയംഭൂ, വിശുദ്ധി, സത്യം, സ്നേഹം. അതിനുശേഷം നമ്മൾ ദൈവിക പ്രവൃത്തികൾ, ഹോളി സ്പിരിറ്റ് ക്രിയേറ്റ്സ്, പരിശുദ്ധാത്മാവ് സൃഷ്ടിക്കുന്നു. അത് നമ്മൾ വളരെ വ്യക്തമായി കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. ഹോളി സ്പിരിറ്റ് ഗീവ്സ് ലൈഫ്, ജീവൻ നൽകുന്നു. ഇവിടം വരെ ആയിരുന്നു നമ്മളിങ്ങനെ പഠിച്ചുകൊണ്ടിരുന്നത്. നമ്മളതിൻ്റെ അടുത്ത ഭാഗത്തിലേക്ക് ഒന്ന് വരികയാണ്. ഹോളി സ്പിരിറ്റ് കൺട്രോൾസ് പ്രോഫസി. ഹോളി സ്പിരിറ്റ് കൺട്രോൾസ് പ്രോഫസി, അതായത് സത്യത്തിൽ പ്രവചനത്തിന്റെ കർത്തൃത്വം പരിശുദ്ധാത്മാവാണ് വഹിക്കുന്നത്. അപ്പൊ നാം ഒന്ന് മനസ്സിലാക്കേണ്ട കാര്യമാണ്, 2 പത്രോസ് 1-ാം അധ്യായത്തിന് 21-ാം വാക്യത്തിൽ വളരെ വ്യക്തമായി പത്രോസ് ശ്ലീഹ എഴുതിയ ഒരു വാക്യമുണ്ട്. ദയവായി നമുക്ക് അതൊന്ന് വായിക്കാം. രണ്ട് പത്രോസ് 1:21. പ്രവചനം ഒരിക്കലും മനുഷ്യന്റെ ഇഷ്ടത്താൽ വന്നതല്ല, ദൈവകൽപ്പനയാൽ മനുഷ്യർ പരിശുദ്ധാത്മ നിയോഗം പ്രാപിച്ചിട്ട് സംസാരിച്ചതത്രേ. ഓക്കെ, അപ്പൊ ഇവിടെ പ്രവചനങ്ങളൊന്നും മനുഷ്യന്റെ ഇഷ്ടത്താൽ വന്നതല്ല എന്ന് വളരെ വ്യക്തമായിട്ട് എഴുതിയിരിക്കുക. എന്നാൽ ദൈവാത്മാവിന്റെ നിയോഗം പ്രാപിച്ചിട്ട് അവരെഴുതിയത് അത്രേ എന്ന് ഇവിടെ ഓർമ്മപ്പെടുത്തിയിരിക്കുക. അപ്പൊ തന്നെയാണ് ദൈവാത്മാവിന്റെ നിയോഗം പ്രാപിച്ചിട്ട്. അപ്പോൾ ഹോളി സ്പിരിറ്റ് കൺട്രോൾസ് പ്രോഫസി. പരിശുദ്ധാത്മാവാണ് സത്യത്തിൽ പ്രവചനത്തിന്റെ എല്ലാം കർത്തൃത്വം വഹിക്കുന്നത്. വളരെ വ്യക്തതയോടുകൂടി അവിടെ എഴുതി വെച്ചിരിക്കുകയാണ്. പഴയ നിയമത്തിലെ ഒരു വാക്യം ഇവിടെ കാണിച്ചിട്ടുണ്ട്. 2 ശമൂവേൽ 23-ാം അധ്യായത്തിന്റെ 2-3 വാക്യങ്ങളിലും രേഖപ്പെടുത്തിയിട്ടുണ്ട് പ്രവചനത്തിന്റെ കർത്തൃത്വം പരിശുദ്ധാത്മാവാണ് വഹിക്കുന്നതെന്ന്. ഒന്ന് വായിച്ചു നോക്കാം, കുഴപ്പമില്ല. യഹോവയുടെ ആത്മാവേ എന്നിൽ സംസാരിക്കുന്നു, അവന്റെ വചനം എന്റെ നാവിന്മേൽ ഇരിക്കുന്നു. ഇസ്രയേലിന്റെ ദൈവം കൽപ്പിച്ചു, ഇസ്രയേൽ പാറ എന്നോട് അരുളി ചെയ്തു, മനുഷ്യരെ നീതിമാനായി ഭരിക്കുന്നവൻ ദൈവത്തോട് വാഴുന്നു, ദൈവഭയത്തോടെ വാഴുന്നു. ഓക്കെ, അപ്പൊ അവിടെയെല്ലാം പരിശുദ്ധാത്മാവ് കൺട്രോൾ ചെയ്യുന്നു പ്രവചനത്തെ എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് നമുക്ക് ഗ്രഹിക്കാൻ കഴിയും. ഓക്കെ, നെക്സ്റ്റ് വൺ. യാഹ്വേ ഇൻ OT ഈസ് റെഫേർഡ് ആസ് ഹോളി സ്പിരിറ്റ് ഇൻ NT. പഴയ നിയമത്തിൽ യഹോവ എന്ന് പറയുന്നത്
പുതിയ നിയമത്തിൽ പരിശുദ്ധാത്മാവിനെ കുറിച്ചാണ്. പഴയ നിയമത്തിലെ യഹോവ, പുതിയ നിയമത്തിലെ പരിശുദ്ധാത്മാവിനെ കുറിക്കുന്നു. ഓക്കെ, ഇപ്പൊ പഴയ നിയമത്തിലെ ഒരു കോണ്ടെക്സ്റ്റ്, യെശയ്യാ പ്രവാചക പുസ്തകം 6-ാം അധ്യായം 8 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ. പുതിയ നിയമത്തിൽ അപ്പോസ്തലപ്രവൃത്തി 28-ാം അധ്യായത്തിന്റെ 25 മുതൽ 27 വരെ. രണ്ടുപേർ ഈ 2 വാക്യം വളരെ വേഗം ഒന്ന് എടുത്തു വെച്ചാൽ നമുക്ക് അത്രയും കൂടെ ടൈം സേവ് ചെയ്യാം. യെശയ്യാവ് 6-ന്റെ 8 മുതൽ 10 വരെ ഒരാളും, അപ്പോസ്തലപ്രവൃത്തി 28-ാം അധ്യായത്തിന് 25 27 വരെ മറ്റൊരാളൊന്ന് വായിക്കും. അനന്തരം ഞാൻ ആരെ അയക്കേണ്ടു, ആർ നമുക്ക് വേണ്ടി പോകും എന്ന് ചോദിക്കുന്ന കർത്താവിന്റെ ശബ്ദം കേട്ടിട്ട്, അടിയനിതാ, അടിയനെ അയക്കണമേ എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ അവൻ അരുളി ചെയ്തത്, നീ ചെന്ന് ഈ ജനത്തോട് പറയേണ്ടത്, നിങ്ങൾ കേട്ടുകൊണ്ടിട്ടും തിരിച്ചറിയുകയില്ല, നിങ്ങൾ കണ്ടുകൊണ്ടിട്ടും ഗ്രഹിക്കുകയുമില്ല. ഈ ജനം കണ്ണുകൊണ്ട് കാണുകയോ ചെവി കൊണ്ട് കേൾക്കുകയോ ഹൃദയം കൊണ്ട് ഗ്രഹിക്കുകയോ മനസ്സ് തിരിഞ്ഞ് സൗഖ്യം പ്രാപിക്കുകയോ ചെയ്യാതെ ഇരിക്കേണ്ടതിന് നീ അവരുടെ ഹൃദയം തടിപ്പിക്കുകയും അവരുടെ ചെവി മന്ദമാക്കുകയും അവരുടെ കണ്ണ് അടച്ചു കളയുകയും ചെയ്യുക. ഓക്കെ, അപ്പോസ്തലപ്രവൃത്തിക്കകത്ത് ഒന്ന് വായിച്ചു നോക്കിയേ. അവർ തമ്മിൽ യോജിക്കാതെ പിരിഞ്ഞു പോകുമ്പോൾ പൗലോസ് അവരോട് ഒരു വാക്കു പറഞ്ഞതെന്തെന്നാൽ, നിങ്ങൾ ചെവി കൊണ്ട് കേട്ടിട്ട് ഗ്രഹിക്കാതിരിക്കും, കണ്ണുകൊണ്ട് കണ്ടിട്ട് കാണാതിരിക്കും, കണ്ണുകൊണ്ട് കാണാതെയും ചെവി കൊണ്ട് കേൾക്കാതെയും ഹൃദയം കൊണ്ട് ഗ്രഹിച്ചും മനം തിരിയാതെ ഞാൻ അവരെ സൗഖ്യമാക്കാതെയും ഇരിക്കേണ്ടതിന് ഈ ജനത്തിന്റെ ഹൃദയം തടിപ്പിച്ചിരിക്കുന്നു, അവരുടെ ചെവി കേൾപ്പാൻ മന്ദമായിരിക്കുന്നു, അവരുടെ കണ്ണ് അടച്ചിരിക്കുന്നു എന്ന് ഈ ജനത്തിന്റെ അടുക്കൽ പോയി പറക എന്നിങ്ങനെ പരിശുദ്ധാത്മാവ് യെശയ്യാ പ്രവാചകൻ മുഖാന്തരം നിങ്ങളുടെ പിതാക്കന്മാരോട് പറഞ്ഞിരിക്കുന്നത് ശരി തന്നെ. ഓക്കെ, എന്നിങ്ങനെ പരിശുദ്ധാത്മാവ് യെശയ്യാ പ്രവാചകൻ മുഖാന്തരം പറഞ്ഞിരിക്കുന്നു എന്ന് അപ്പോസ്തലപ്രവൃത്തിയിൽ എഴുതി. യെശയ്യാവില് അനന്തരം കർത്താവ് ആരെ അയക്കേണ്ടു, ആർ നമുക്ക് വേണ്ടി പോകും. അപ്പൊ അവിടെ കർത്താവ് എന്നാണ് ഉപയോഗിച്ചത്. ഒറിജിനലായിട്ട് യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിനകത്ത് കർത്താവ് എന്നാണ് എഴുതിയിരിക്കുന്നത്. എന്നാൽ അപ്പോസ്തലപ്രവൃത്തിക്കകത്ത് അത് വ്യാഖ്യാനിച്ചപ്പോൾ പരിശുദ്ധാത്മാവെന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പൊ പഴയ നിയമത്തിലെ യഹോവ അല്ലെങ്കിൽ കർത്താവ് എന്ന് ഉപയോഗിച്ചത് പുതിയ നിയമത്തിൽ പരിശുദ്ധാത്മാവെന്ന് തന്നെയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഓക്കെ, യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 31-ാം അധ്യായത്തിനകത്ത് 33-34 വാക്യവും എബ്രായ ലേഖനം 10-ാം അധ്യായത്തിന്റെ 15 മുതൽ 17 വാക്യങ്ങളും ഒന്ന് നോക്കൂ. നമ്മൾ വായിക്കുമ്പം നമ്മൾ ഉദ്ദേശിക്കുന്ന പോയിന്റ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നധികം വായിക്കണമെന്നില്ല. നിങ്ങളത് ശ്രദ്ധിച്ച് വായിക്കാമെങ്കിൽ നന്നായിരിക്കും. എന്നാൽ ഈ കാലം കഴിഞ്ഞ ശേഷം ഞാൻ ഇസ്രായേൽ ഗൃഹത്തോട് ചെയ്യുവാനിരിക്കുന്ന നിയമം ഇങ്ങനെയാകുന്നു, ഞാൻ എന്റെ ന്യായപ്രമാണം അവരുടെ ഉള്ളിലാക്കി അവരുടെ ഹൃദയങ്ങളിൽ എഴുതും, ഞാൻ അവർക്ക് ദൈവമായും അവർ എനിക്ക് ജനമായും ഇരിക്കും എന്ന് യഹോവയുടെ അരുളപ്പാട്. ഇനി അവരിൽ ആരും യഹോവയുടെ അരുളപ്പാട് എബ്രായ ലേഖനം അത് പരിശുദ്ധാത്മാവ് നമുക്ക് സാക്ഷീകരിക്കുന്നു. ഈ കാലം കഴിഞ്ഞ ശേഷം ഞാൻ അവരോട് ചെയ്യുവാനിരിക്കുന്ന നിയമം ഇങ്ങനെയാകുന്നു, എന്റെ ന്യായപ്രമാണം അവരുടെ ഉള്ളിലാക്കി അവരുടെ ഹൃദയങ്ങളിൽ എഴുതും എന്ന് കർത്താവിന്റെ അരുളപ്പാട് എന്ന് അരുളി ചെയ്ത ശേഷം. ഓക്കെ, എത്ര ക്ലിയർ ആയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അവിടെയെല്ലാം കർത്താവെന്ന് എഴുതി പഴയ നിയമത്തിൽ, ഇവിടെ പരിശുദ്ധാത്മാവെന്ന് എഴുതി. ഓക്കെ, അപ്പൊ പഴയ നിയമത്തിൽ കർത്താവെന്ന് പറഞ്ഞത്, യഹോവ എന്ന് പറഞ്ഞത് തന്നെയാണ് പുതിയ നിയമത്തിൽ പരിശുദ്ധാത്മാവ് എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത്. നോക്കൂ, സങ്കീർത്തനങ്ങൾക്കകത്താണ് 78-17 മുതലുള്ള വേദവാക്യങ്ങളും ബുക്ക് ഓഫ് ആക്ട്സ് 7-ാം അധ്യായം 51-ാമത്തെ വാക്യത്തിനും ഉപയോഗിച്ചിരിക്കുന്ന ഒന്ന് കമ്പയർ ചെയ്ത് നോക്കൂ. എങ്കിലും അവർ അവനോട് പാപം ചെയ്തു, അത്യുന്നതനോട് മരുഭൂമിയിൽ വെച്ച് മത്സരിച്ചു കൊണ്ടിരുന്നു. തങ്ങളുടെ കൊതിക്ക് ഭക്ഷണം ചോദിച്ച് അവർ ഹൃദയത്തിൽ ദൈവത്തെ പരീക്ഷിച്ചു. അവർ ദൈവത്തിന് വിരോധമായി സംസാരിച്ചു. മരുഭൂമിയിൽ മേശ ഒരുക്കുവാൻ ദൈവത്തിന് കഴിയുമോ? അവൻ പാറയടിച്ചു, വെള്ളം പുറപ്പെട്ടു, തോടുകളും കവിഞ്ഞൊഴുകി. സത്യം, എന്നാൽ അപ്പം കൂടെ തരുവാൻ അവന് കഴിയുമോ? തന്റെ ജനത്തിന് അവൻ മാംസം വരുത്തി കൊടുക്കുമോ എന്ന് പറഞ്ഞു. ശാഠ്യക്കാരും ഹൃദയത്തിന് ചെവിക്കും പരിശോധന ഇല്ലാത്തവരുമായുള്ളവരെ, നിങ്ങളുടെ പിതാക്കന്മാരെ പോലെ തന്നെ നിങ്ങളും എല്ലായ്പ്പോഴും പരിശുദ്ധാത്മാവിനോട് മറഞ്ഞു നിൽക്കുന്നു. പ്രവാചകന്മാരിൽ ഏവനെയും പരിശുദ്ധാത്മാവിന് മറുത്തു നിൽക്കുന്നു. ഓക്കെ, ശ്രദ്ധിക്കുക, അവിടെ ദൈവത്തോട് മറുത്തു നിൽക്കുന്നു, ദൈവത്തെ നിങ്ങൾ പരീക്ഷിക്കുന്നു, കർത്താവിനെ പരീക്ഷിക്കുന്നു എന്ന് എഴുതിയെങ്കിൽ ന്യൂ ടെസ്റ്റ്മെന്റിൽ വന്നപ്പോൾ പരിശുദ്ധാത്മാവിനോട് മറുത്തു നിൽക്കുന്നു
എന്നാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ശ്രദ്ധിക്കണം. അപ്പോൾ അത് നമുക്ക് നല്ല ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാവുന്ന രീതിയിലാണ് ഞാനിങ്ങനെ ഒരു ചാർട്ട് തയ്യാറാക്കിയത്. ഒരു വാക്യം കൊണ്ടുണ്ടല്ലോ, എക്സഡസ് അല്ലെങ്കിൽ പുറപ്പാട് പുസ്തകം 16-ാം അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യവും എബ്രായ ലേഖനം 3-ാം അധ്യായത്തിന്റെ 7 മുതൽ 9 വരെ വാക്യം അത് കമ്പയർ ചെയ്ത് സങ്കീർത്തനം 95-ന്റെ 8 മുതൽ 11 വരെ എഴുതിയെന്നുള്ളൂ. എന്നാലും 1-2 വാക്യം വായിച്ചാൽ മതി. വളരെ വേഗം ഒന്ന് വായിക്കൂ. പ്രഭാതകാലത്ത് നിങ്ങൾ യഹോവയുടെ തേജസ് കാണും. യഹോവയുടെ നേരെയുള്ള നിങ്ങളുടെ പിറുപിറുപ്പ് അവൻ കേട്ടിരിക്കുന്നു. ഞങ്ങളുടെ നേരെ പിറുപിറുക്കുവാൻ ഞങ്ങൾ എന്തുള്ളു എന്ന് പറഞ്ഞു. ഓക്കെ, എബ്രായ ലേഖനം 3-ന്റെ അതുകൊണ്ട് പരിശുദ്ധാത്മാവ് അരുളി ചെയ്യുന്നത് പോലെ ഇന്ന് നിങ്ങൾ എന്റെ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ മരുഭൂമിയിൽ വെച്ച് പരീക്ഷാ ദിവസത്തിലെ മത്സരത്തിൽ എന്ന പോലെ നിങ്ങളുടെ ഹൃദയം കഠിനമാക്കരുതേ. അവിടെ വെച്ച് നിങ്ങളുടെ പിതാക്കന്മാർ എന്നെ പരീക്ഷിച്ചു, 40 ആണ്ട് എന്റെ പ്രവൃത്തികളെ കണ്ടിട്ടും എന്നെ ശോധന ചെയ്തു. ഓക്കെ, അപ്പൊ അവിടെയും നല്ല ക്ലിയർ ആയിട്ടാണ് പറഞ്ഞത്. പരിശുദ്ധാത്മാവ് എന്നിവിടെ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. പുറപ്പാട് പുസ്തകത്തിൽ പരിശുദ്ധാത്മാവെന്നല്ല, എബ്രായ ലേഖനത്തിൽ പരിശുദ്ധാത്മാവെന്നായി. അപ്പൊ തന്നെ നമുക്കൊരു കാര്യം മനസ്സിലാകുന്നുണ്ട്. പഴയ നിയമത്തിൽ യഹോവ ചെയ്തു, യഹോവയോട് മറുത്തു, യഹോവ പറഞ്ഞനുസരിച്ചില്ല എന്നൊക്കെ പറഞ്ഞത് പുതിയ നിയമത്തിലേക്ക് വന്നപ്പോൾ നാം ഒന്ന് ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് പരിശുദ്ധാത്മാവിനോട് നിങ്ങൾ മറുത്തു നിൽക്കുന്നു, പരിശുദ്ധാത്മാവിനെ നിങ്ങൾ പരീക്ഷിക്കുന്നു എന്ന് വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞിരിക്കുക. അപ്പൊ പഴയ നിയമത്തിലെ യഹോവ തന്നെയാണ് പുതിയ നിയമത്തിലെ പരിശുദ്ധാത്മാവ്. ഓക്കെ, ഈ സ്ലൈഡ് ഞാൻ മാറ്റുന്നു. ഓക്കെ, ഫാദർ, ക്രൈസ്റ്റ് ആൻഡ് ഹോളി സ്പിരിറ്റ് ആർ സെയിം. ദൈവത്തിനും ക്രിസ്തുവിനും തുല്യമായി പരിശുദ്ധാത്മാവിനെ പറഞ്ഞിരിക്കുന്നു. ശ്രദ്ധിക്കണം. അപ്പൊ പിതാവിനും പുത്രനും തുല്യതയിൽ തന്നെയാണ് പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. 1-2 ഒക്കേഷൻസ് ഒന്ന് കാണിക്കാം. മഹാനിയോഗത്തിൽ, ഗ്രേറ്റ് കമ്മീഷൻ, നമ്മുടെ കർത്താവ് യേശു ക്രിസ്തു നൽകിയ ഒരു മഹാനിയോഗം. ആ ഗ്രേറ്റ് കമ്മീഷനിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? എന്താണ് ഗ്രേറ്റ് കമ്മീഷൻ? മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായത്തിന്റെ 19-ാമത്തെ വാക്യമാണ് യേശു ക്രിസ്തു പറഞ്ഞ മഹാനിയോഗം. ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും. ഓക്കെ, ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിക്കണമെന്ന് പറഞ്ഞു. വാത്സല്യ സഹോദരങ്ങളെ, സഹോദരിമാരെ, നമ്മളൊന്ന് നോക്കണം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിക്കാനാണ്. നമ്മുടെ കർത്താവ് യേശു ക്രിസ്തു അടക്കം ചെയ്യപ്പെട്ടു ഉയർത്തെഴുന്നേറ്റ് വന്നതിന് ശേഷം പറഞ്ഞു, ഇപ്പോൾ എനിക്ക് സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും ലഭിച്ചിരിക്കുക. ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്നാനപ്പെടുത്തണം. അപ്പൊ സത്യത്തിൽ സ്നാനം എന്ന് പറയുന്നത് യേശു തന്ന കൽപ്പനയാണ്. നാം സ്വീകരിച്ച സ്നാനവും നാം നൽകുന്ന സ്നാനവും. സ്നാനങ്ങൾ വിവിധമാണ്, പലതുണ്ട്. ഇപ്പൊ സ്നാപക യോഹന്നാൻ നടത്തിയ സ്നാനമുണ്ട്. യോഹന്നാൻ സ്നാപകൻ നടത്തിയ സ്നാനമല്ല യേശു ക്രിസ്തു പറഞ്ഞ സ്നാനം, യേശു ക്രിസ്തു കൽപ്പിച്ച സ്നാനം. കാരണം യോഹന്നാന്റെ സ്നാനമേറ്റ ആൾക്കാരെ കൂടെ എഫെസോസിൽ വെച്ച് കണ്ടിരുന്നല്ലോ. ഓക്കെ, അപ്പോസ്തലപ്രവൃത്തിയുടെ പുസ്തകം 19-ാം അധ്യായത്തിന്റെ 1 മുതൽ 1-2 വാക്യങ്ങൾ വളരെ വേഗം ഒന്ന് വായിക്കാമെങ്കിൽ ഞാനത് കാണിച്ചു തരാം. അപ്പോസ്തലപ്രവൃത്തിയുടെ പുസ്തകം 19-ാം അധ്യായത്തിന്റെ 1 മുതലുള്ള വാക്യം. അപ്പല്ലോസ് കൊരിന്തിയിൽ ഇരിക്കുമ്പോൾ പൗലോസ് ഉൾപ്രദേശങ്ങളിൽ കൂടി സഞ്ചരിച്ച് എഫെസോസിൽ എത്തി ചില ശിഷ്യന്മാരെ കണ്ടു. നിങ്ങൾ വിശ്വസിച്ചിട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചുവോ എന്ന് അവരോട് ചോദിച്ചതിന്, പരിശുദ്ധാത്മാവ് ഉണ്ടെന്ന് പോലും ഞങ്ങൾ കേട്ടിട്ടില്ല എന്ന് അവർ പറഞ്ഞു. എന്നാൽ ഏതായിരുന്നു നിങ്ങളുടെ സ്നാനം എന്ന് അവൻ അവരോട് ചോദിച്ചതിന്, യോഹന്നാന്റെ സ്നാനം എന്ന് അവർ പറഞ്ഞു. അതിന് പൗലോസ്, യോഹന്നാൻ മാനസാന്തര സ്നാനം അത്രേ കഴിപ്പിച്ചു. തന്റെ പിന്നാലെ വരുന്നവനായ യേശുവിൽ വിശ്വസിക്കണമെന്ന് ജനത്തോട് പറഞ്ഞു എന്ന് പറഞ്ഞു. ഇത് കേട്ടാറെ അവർ കർത്താവായ യേശുവിന്റെ നാമത്തിൽ സ്നാനമേറ്റു. പരിശുദ്ധാത്മാവ് ശ്രദ്ധിക്കുക. അപ്പം നമുക്കത് ക്ലിയർ ആയി. യോഹന്നാൻ കൊടുക്കുന്ന സ്നാനമല്ല നമ്മൾ ഏൽക്കുന്ന സ്നാനം, പുതിയ നിയമസഭയുടെ സ്നാനം. യോഹന്നാൻ മാനസാന്തര സ്നാനമായിരുന്നു നടത്തിയത്. അതിവിടെ ക്ലിയർ ആയിട്ട് പറഞ്ഞിരിക്കുക. അപ്പോൾ നിങ്ങൾ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനം ഏൽക്കണമെന്ന് പറഞ്ഞു. അപ്പൊ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിലുള്ള സ്നാനമാണ് പുതിയ നിയമസഭയ്ക്ക് നമ്മുടെ കർത്താവ് നൽകിയ സ്നാനം.
അത് മാൻഡേറ്ററി ആണ് താനും, മാൻഡേറ്ററി ആണ്, അതിന് മാറ്റമൊന്നുമില്ല. അത് ഏറ്റെടുത്തേ പറ്റൂ. പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിലുള്ള സ്നാനം. സത്യത്തിൽ യേശുക്രിസ്തുവേറ്റ സ്നാനം പോലും അല്ല നമ്മൾ ഏൽക്കുന്ന സ്നാനം. യേശുക്രിസ്തുവേറ്റ സ്നാനമല്ല നമ്മൾ ഏൽക്കുന്ന സ്നാനം. യേശുക്രിസ്തു കൽപ്പിച്ച സ്നാനമാണ് നമ്മൾ കൊടുക്കുന്ന സ്നാനം. പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിലുള്ള സ്നാനം. അതിനാണ് ആധികാരികത, അതാണ് നമ്മൾ ചെയ്യുന്ന സ്നാനം. അതിന് വേറെ കോംപ്രമൈസ് ഒന്നുമില്ല, അതിന് വേറെ ഡയലൂഷൻ നമുക്കില്ല. പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്നാനപ്പെട്ടേ പറ്റും. ഓക്കെ, അപ്പൊ മഹാനിയോഗത്തിൽ പിതൃപുത്ര പരിശുദ്ധാത്മാവാം ത്രിയേക ദൈവത്തിന്റെ നാമത്തിലെ സ്നാനമായിരുന്നു ഉപയോഗിച്ചിരുന്നത്. ഇനി സെക്കൻഡ് തിങ്, 3 പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമം വരുന്ന മറ്റൊരു രംഗം ഈ കൃപാവര ശുശ്രൂഷകൾ ചെയ്യുന്നതിലാണ്. കൃപാവര ശുശ്രൂഷ ചെയ്യുന്നിടത്തും പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഉണ്ട്. 1 Corinthians 12-ാം അധ്യായത്തിലെ 4 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ ദയവായി ഒന്നെടുക്കാമോ? എടുത്തിട്ടൊന്ന് വായിച്ചു നോക്കി, അവിടെ നമുക്ക് ക്ലിയർ ആണോ നോക്കാം. എന്നാൽ കൃപാവരങ്ങൾ വ്യത്യാസമുണ്ട്, ആത്മാവ് ഒന്നത്രേ, ശുശ്രൂഷകളിൽ വ്യത്യാസമുണ്ട്, കർത്താവ് ഒരുവൻ, വീര്യപ്രവർത്തികളിൽ വ്യത്യാസമുണ്ട്, എങ്കിലും എല്ലാവരിലും എല്ലാം പ്രവർത്തിക്കുന്ന ദൈവം ഒരുവൻ തന്നെ. കണ്ടോ, അവിടെ ക്ലിയർ ആയിട്ട് പറഞ്ഞിരിക്കുക. കൃപാവരങ്ങൾ വ്യത്യാസമുണ്ട്, എന്നാൽ ആത്മാവ് ഒന്നാണ്. ശുശ്രൂഷകളിൽ വ്യത്യാസമുണ്ട്, പക്ഷെ കർത്താവ് ഒരുവനാണ്. വീര്യപ്രവർത്തികൾ വ്യത്യാസമുണ്ട്, എന്നാൽ ദൈവം ഒരുവനാണ്. ശ്രദ്ധിച്ചോ, ദൈവം, കർത്താവ്, ആത്മാവ്, പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്, അല്ലെങ്കിൽ പരിശുദ്ധാത്മാവ്, പുത്രൻ, പിതാവ്. അപ്പൊ ഈ ത്രിത്വം അവിടെ വന്നു കഴിഞ്ഞു. അപ്പൊ കൃപാവരങ്ങൾ അത് നൽകുന്നതിൽ വിശുദ്ധ തൃത്വത്തിന് പങ്കുണ്ട് എന്ന് വളരെ ക്ലിയർ ആയിട്ട് പൗലോസ് എഴുതി വെച്ചിരിക്കുക. കൃപാവരങ്ങളിൽ വ്യത്യാസമുണ്ട്, എന്നാൽ ആത്മാവ് ഒന്നാണ്. ശുശ്രൂഷകളിൽ വ്യത്യാസമുണ്ട്, എന്നാൽ കർത്താവ് ഒരുവനാണ്. വീര്യപ്രവർത്തികൾ വ്യത്യാസമുണ്ട്, എന്നാൽ ദൈവം ഒരുവനാണ്. അപ്പൊ ഇത് ഇങ്ങനെ നൽകുകയാണ്. അപ്പൊ അവിടെയും നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം, പിതൃപുത്ര പരിശുദ്ധാത്മാവാം ത്രിയേക ദൈവമാണ് നമുക്ക് ഈ കൃപാവര ശുശ്രൂഷകളും അപ്പോൾ ഈ ശുശ്രൂഷകളെല്ലാം നമുക്ക് നൽകുന്നത്. ഇനി 3-ാമത്തെ ഒരു ഒക്കേഷൻ എന്ന് പറയുന്നത് നോക്കുക, ഇൻ ദ ബെനഡിക്ഷൻ. നമ്മുടെ ആശീർവാദം പറയുമ്പോൾ എങ്ങനെയാ ആശീർവാദം പറയേണ്ടത് ഉണ്ടോ? ആശീർവാദം പറയാൻ നമ്മളും എല്ലാവരും പഠിച്ചിരിക്കുന്നത് നല്ലതാണ്, എല്ലാവരും പഠിച്ചിരിക്കണം. ഇങ്ങനെ ഒരു ഓൺലൈൻ ആയതുകൊണ്ട് നമ്മൾ എല്ലാവരും വ്യക്തിപരമായിട്ട് പറയുന്നില്ലെന്നേ ഉള്ളൂ. ഞാനും ബൈബിൾ കോളേജിൽ പഠിച്ച സമയത്ത് സ്റ്റുഡൻസ് തന്നെയായിരുന്നു ആശീർവാദം പറയുന്നത്. അപ്പം ആദ്യത്തെ ഒരു ഇച്ചിരി വിഷമമൊക്കെ ഉണ്ടാകുമെങ്കിലും പിന്നെ നിങ്ങൾ പഠിക്കുമല്ലോ. അപ്പൊ ഇവിടെ ഇൻ ദ ബെനഡിക്ഷൻ, ആശീർവാദം പറയുമ്പോൾ എന്താ ആശീർവാദം? 2 Corinthians 13-ാം അധ്യായത്തിന്റെ 14-ാം വാക്യത്തിൽ ആശീർവാദത്തിനൊരു മോഡൽ കിടപ്പുണ്ട്. എങ്ങനെ ആശീർവാദം പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ട്, ഒന്ന് വായിച്ചു നോക്കാം. കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും നിങ്ങൾ എല്ലാവരോടും കൂടെ ഇരിക്കുമാറാകട്ടെ. ഇനി ഈ ക്ലാസ്സിൽ പഠിക്കുന്ന ഒരാൾ പോലും ആശീർവാദം പറയാൻ മടിക്കരുത്. ആശീർവാദത്തിനകത്ത് ഇതാണ് കാര്യം, വേറെ അതും ഇതുമൊക്കെ വെച്ച് ചേർക്കുന്നതൊന്നും ബിബ്ലിക്കൽ അല്ല പ്രിയരെ. ഒത്തിരി കാര്യം ചില ആശീർവാദം പറഞ്ഞാൽ നിർത്താൻ അറിയത്തില്ല, അതിനകത്ത് ഇങ്ങനെ ഓരോന്നങ്ങ് ചേർത്തങ്ങ് പോകും. അതൊന്നും കാര്യമൊന്നുമില്ല. ആകെ 3 വാചകം പറഞ്ഞാൽ മതി. ഒന്ന് കണ്ടോ, ഇവിടെ പറഞ്ഞിട്ടുണ്ട് കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപ. അതങ്ങനെ തന്നെ ആയിരിക്കണം, യേശു ക്രിസ്തുവിന്റെ കൃപ. നമ്പർ 2, പിതാവായ ദൈവത്തിന്റെ സ്നേഹം. നമ്പർ 3, അത് പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും. ഇതേ ഉള്ള ആശീർവാദം. ഇനി അതൊന്ന് ഓർഡർ തെറ്റിച്ച് പറഞ്ഞുകൊണ്ട് തെറ്റൊന്നുമില്ല. അതായത് എങ്ങനെ? ആദ്യം പിതാവായ ദൈവത്തിന്റെ സ്നേഹവും നമ്മുടെ കർത്താവിന്റെ രക്ഷിതാവായ യേശു ക്രിസ്തുവിന്റെ കൃപയും ആശ്വസിപ്പിച്ച് വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും നമ്മളോട് എല്ലാവരോടും കൂടി ഇന്ന് മുതൽ എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ദാറ്റ്സ് ഓൾ. ഇത് മതി. അതിന് ഇടയ്ക്ക് വെറുതെ ഒത്തിരി അതും ഇതൊക്കെ കൂട്ടിച്ചേർക്കാതെ എന്തിന് തെറ്റ് പറയുന്നതിനേക്കാൾ നല്ലത് ഒത്തിരി കാര്യം പറയാതിരിക്കുന്നതാണ്. ഓക്കെ, അപ്പൊ നോക്കുക, ദൈവത്തിനും ക്രിസ്തുവിനും തുല്യമായി പരിശുദ്ധാത്മാവിനെ പറഞ്ഞു. ഫാദർ, ക്രൈസ്റ്റ് ആൻഡ് ഹോളി സ്പിരിറ്റ് ആർ സെയിം, ആർ വൺ, ഒന്ന് തന്നെയാണ്. എത്ര ക്ലിയർ ആയിട്ടാണ് ഇവിടെ നമ്മൾ അത് ഉപയോഗിച്ചിരിക്കുന്നത്, പഠിച്ചിരിക്കുന്നത്. നെക്സ്റ്റ് വൺ, നമുക്ക് അടുത്ത ഒരു ടോപ്പിക്കിലേക്ക് പോകാം. ചാപ്റ്റർ 2, സിംബൽസ് ആൻഡ് എംബ്ലംസ് ഓഫ് ഹോളി സ്പിരിറ്റ് എന്ന് പറയാം. സിംബൽസ് ആൻഡ് എംബ്ലംസ്. ഈ സിംബ്ലംസ് അല്ലെങ്കിൽ എംബ്ലംസ് എന്ന് പറയുന്നത്
എന്താന്ന് ചോദിച്ചാല് ഇത്രേ ഉള്ളൂ, സാദൃശ്യ പാഠങ്ങൾ എന്ന് മാത്രമേ ഉള്ളൂ. സാദൃശ്യ പാഠങ്ങൾ. ഈ പരിശുദ്ധാത്മാവിന് ചില സാദൃശ്യ പാഠങ്ങളുണ്ട്. ഇപ്പൊ നമ്മളൊക്കെ മലയാളത്തിൽ പഠിച്ചിട്ടുണ്ട്. ഈ മലയാള ഗ്രാമറിലൊക്കെ ഒത്തിരി അലങ്കാരങ്ങൾ, വൃത്തങ്ങൾ, ഇങ്ങനെയൊക്കെ ഒത്തിരി കാര്യങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ തന്നെ നമുക്കറിയാവുന്നൊരു കാര്യം, ഇപ്പൊ ഉപമാലങ്കാരം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഉൽപ്രേക്ഷ എന്ന് പറഞ്ഞാലൊക്കെ നമുക്കറിയാം, രൂപകം ഇതൊക്കെ നമുക്കറിയാം. അപ്പൊ ഇത് തന്നെ ആണ് സത്യത്തിൽ ഈ സിംബൽസ് ആൻഡ് എംബ്ലംസ് എന്ന് ഉപയോഗിക്കുന്നത്. ഒരു സാദൃശ്യ പാഠങ്ങൾ ഉണ്ടോ? അപ്പൊ ഒന്നിനൊന്നോട് സാദൃശ്യം ചൊന്നാൽ ഉപമയാമത്. നമ്മൾ പണ്ട് സ്കൂളിൽ പഠിച്ചതല്ലേ, ഒന്നിനൊന്നോട് സാദൃശ്യം ചൊന്നാൽ ഉപമയാമത്. അത് ഉപമാലങ്കാരം. എന്നാൽ രൂപകാലങ്കാരം എന്ന് പറഞ്ഞാൽ അവർണ്യത്തോട് വർണ്ണ്യത്തിൻ അഭേദം ചൊൽക രൂപകം ഉണ്ടോ? അവർണ്യത്തോട് വർണ്ണ്യത്തിന് അഭേദം ചൊൽക രൂപകം എന്ന അവർണ്യമായൊരു വസ്തുവിനെ കൊണ്ട് വർണ്യമായ ഒരു വസ്തുവിനെ പരിചയപ്പെടുത്തി തരുന്നത്, മനസ്സിലാക്കി തരുന്നതിനെയാണ് അത് രൂപകാലങ്കാരം എന്ന് പറയുന്നത്. അന്ന് സ്കൂളിൽ ശരിക്കും പഠിച്ചില്ലെങ്കിൽ ഇന്ന് പഠിച്ചോണം. അപ്പൊ അതാണ് ആ രൂപകാലങ്കാരം എന്ന് പറയുന്നത്. അപ്പൊ ശ്രദ്ധിച്ചോണം, ഇവിടെ പരിശുദ്ധാത്മാവിനെ ചില രൂപകാലങ്കാരങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട്. ആലങ്കാരിക പ്രയോഗങ്ങളാണ്. അല്ലാതെ പരിശുദ്ധാത്മാവ് ഈസ് ഈക്വൽ ടു കാറ്റെന്നല്ല, ഒരു ആലങ്കാരിക പ്രയോഗം നൽകിയിട്ടുണ്ട് പരിശുദ്ധാത്മാവിന്. അതിൽ ഒന്നാമത്തേതാണ് കാറ്റ്. കാറ്റ്, പരിശുദ്ധാത്മാവിനെ കുറിച്ച് കാറ്റെന്ന് ഉപയോഗിച്ചിട്ടുണ്ട്. ഞാൻ ഒത്തിരി വിശദീകരിക്കത്തില്ല. പരിശുദ്ധാത്മാവിനെ കുറിച്ച് എണ്ണ എന്ന് ഉപയോഗിച്ചിട്ടുണ്ട് വിശുദ്ധ ബൈബിളിൽ. എണ്ണ എന്ന് ഉപയോഗിച്ചിട്ടുണ്ട്. ഓക്കെ, പരിശുദ്ധാത്മാവിനെ കുറിച്ച് വെള്ളം എന്ന് ഉപയോഗിച്ചിട്ടുണ്ട്. വെള്ളം, വെള്ളത്താലും ആത്മാവിനാലും എന്നൊക്കെ പറഞ്ഞ് വെള്ളം എന്ന പ്രയോഗങ്ങളുണ്ട്. അതൊക്കെ പരിശുദ്ധാത്മാവിനെ കുറിച്ചാണ്. പ്രാവ് എന്ന് ഉപയോഗിച്ചിട്ടുണ്ട് വിശുദ്ധ ബൈബിളിൽ. പ്രാവ് എന്ന് ഉപയോഗിച്ചിട്ടുണ്ട്. സ്നാനക്കടവിൽ വെച്ച് പരിശുദ്ധാത്മാവ് പ്രാവെന്ന പോലെ എന്നാ പറഞ്ഞിരിക്കുന്നത്. ഒറിജിനൽ പ്രാവ് അവിടെ വന്നതല്ല, പ്രാവെന്ന പോലെ ആത്മാവ് വന്നു. ഒത്തിരി കാര്യങ്ങൾ വിശദമായിട്ട് പഠിക്കുമ്പോൾ നമ്മൾ ധരിച്ചിരിക്കുന്ന ഒത്തിരി കാര്യങ്ങൾ തെറ്റാണെന്ന് ബോധ്യപ്പെടും. ഓക്കെ, നെക്സ്റ്റ് വൺ, ഫയർ ഉണ്ടോ? തീയെന്ന് പരിശുദ്ധാത്മാവിനെ ഉപയോഗിച്ചിട്ടുണ്ട്. ഓക്കെ, പിന്നെ വേറൊരു സ്ഥലത്താണെങ്കിൽ മുദ്ര എന്ന് ഉപയോഗിച്ചിട്ടുണ്ട് പരിശുദ്ധാത്മാവിന്. മുദ്ര, സീൽ, പരിശുദ്ധാത്മാവിനാൽ നിങ്ങൾ മുദ്ര ഇടപെട്ടിരിക്കുന്നു എന്നൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. വേറെ സ്ഥലത്ത് മഞ്ഞെന്ന് ഉപയോഗിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ മിസ്റ്റ്, മഞ്ഞ് എന്നുള്ള പദം ഉപയോഗിച്ചിട്ടുണ്ട്. മറ്റൊരു സ്ഥലത്താണ് പരിശുദ്ധാത്മാവിന് മേഘം എന്ന് ഉപയോഗിച്ചിട്ടുണ്ട്. മേഘം. അപ്പൊ തന്നെ അഡ്വാൻസ് എന്ന് ഉപയോഗിച്ചിട്ടുണ്ട് പരിശുദ്ധാത്മാവിന്. അച്ചാരം, സ്വന്തം ജനത്തിന്റെ വീണ്ടെടുപ്പിന് വേണ്ടി പരിശുദ്ധാത്മാവിനെ അഡ്വാൻസ് ആയിട്ട് തന്നിരിക്കുന്നു, അച്ചാരമായി തന്നിരിക്കുന്നു. എഫേസ്യർ 1-ാം അധ്യായത്തിന്റെ 11-ാമത്തെ വാക്യത്തിലാണ് പറഞ്ഞിട്ടുള്ളത്. 11, 12, 13 വാക്യങ്ങൾ എടുക്കുകയൊന്നും വേണ്ട, വായിക്കുകയും വേണ്ട. നിങ്ങൾ ശ്രദ്ധിക്കുക, വളരെ ക്ലിയർ ആയിട്ടോ. പണ്ടൊരാൾ വായിച്ച പോലെ ആകരുതെന്നേ ഉള്ളൂ. പണ്ടൊരാൾ വായിച്ചു, ഇങ്ങനെ വായിച്ചു, തന്റെ സ്വന്തം ജനത്തിന്റെ വീണ്ടെടുപ്പിന് വേണ്ടി പരിശുദ്ധാത്മാവിനാൽ ആചാരം എന്നൊക്കെ വായിച്ചു. ആചാരമല്ല, അച്ചാരം. അച്ചാരം എന്ന് പറഞ്ഞാൽ അഡ്വാൻസ് എന്ന, അഡ്വാൻസ്. ഓക്കെ, അപ്പൊ ഇതാണ് സിംബൽസ് ആൻഡ് എംബ്ലംസ് ഓഫ് ഹോളി സ്പിരിറ്റ്. അത് നിങ്ങൾ തന്നെ അതൊക്കെ ഒന്ന് പഠിച്ചാൽ മതി എന്ന കാര്യം ഞാൻ ഓർപ്പിക്കുന്നു. കാറ്റ്, എണ്ണ, വെള്ളം, പ്രാവ്, തീയ്, മുദ്ര, മഞ്ഞ്, മേഘം, അച്ചാരം. അങ്ങനെ പരിശുദ്ധാത്മാവിനെ കുറിച്ചൊരു രൂപകാലങ്കാര പ്രയോഗങ്ങൾ ബൈബിൾ ഉപയോഗിച്ചിട്ടുണ്ട്. ഞാൻ അങ്ങനെ വിടുന്നു. നെക്സ്റ്റ് വൺ, ഹോളി സ്പിരിറ്റ് ഇൻ ദ ബൈബിൾ. പരിശുദ്ധാത്മാവ് വിശുദ്ധ വേദപുസ്തകത്തിൽ ഉണ്ടോ? വിശുദ്ധ വേദപുസ്തകത്തിൽ പരിശുദ്ധാത്മാവിന്റെ കാര്യങ്ങൾ നാം ഒന്ന് പഠിക്കാൻ പോവാം. ഇതുവരെ പഠിച്ചതും അത് തന്നെ, എന്നാൽ അല്പം കൂടെ ഗൗരവമായി നോക്കൂ. 2 വ്യൂസ് പരിശുദ്ധാത്മാവിനെ കുറിച്ച് വിശുദ്ധ ബൈബിൾ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് 2 വ്യൂ ഉണ്ട്. രണ്ടായിട്ട് പഠിക്കണം. ഒന്ന് OT, മറ്റൊന്ന് NT. OT, NT എന്ന് പറഞ്ഞാൽ OT ഓപ്പറേഷൻ തിയേറ്റർ അല്ല. OT എന്ന് പറഞ്ഞാൽ ഓൾഡ് ടെസ്റ്റ്മെന്റ് എന്നാണ്, പഴയ നിയമം എന്ന്. NT എന്ന് പറഞ്ഞാൽ ന്യൂ ടെസ്റ്റ്മെന്റ് എന്നാണ്. ഓൾഡ് ടെസ്റ്റ്മെന്റ് അല്ലെങ്കിൽ പഴയ നിയമത്തിൽ. അപ്പൊ നമ്മൾ അതിനെ ഒന്ന് സ്പ്ലിറ്റ് ചെയ്തു. ഒന്നാമത്തെ പാഠം, പഴയ നിയമത്തിൽ എന്താണ് പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾ ശ്രദ്ധിക്കണേ, പുതിയ നിയമത്തിലെ പുതിയൊരു പ്രതിഭാസമാണ് പരിശുദ്ധാത്മാവെന്ന്
ദയവായി നിങ്ങൾ ചിന്തിക്കരുത്, അരുത്. അവിടെയാണ് നമുക്ക് പറ്റിയ പരാജയം. നമ്മുടെ എല്ലാം ധാരണ ഈ മർക്കോസിന്റെ മാളിക മുറി മുതൽ ഇങ്ങോട്ടേ ഉള്ളൂ പരിശുദ്ധാത്മാവ്. അതിനു മുമ്പ് പരിശുദ്ധാത്മാവില്ലെന്നാ. അയ്യോ, തെറ്റായ ചിത്രീകരണമാണ്. നോക്കിയേ, ഓൾഡ് ടെസ്റ്റ്മെന്റിൽ പരിശുദ്ധാത്മാവ് ഉണ്ടായിരുന്നോ? നോക്ക്, ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 2-ാമത്തെ വാക്യം ഒന്ന് വായിച്ചു നോക്കി. ഒന്നുപോലെ വായിച്ചു. ആദിയിൽ ദൈവം ആകാശവും സൃഷ്ടിച്ചു. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ഭൂമി പാഴും ശൂന്യമായിരുന്നു. ആഴത്തിൽ ഇരുൾ ഉണ്ടായിരുന്നു. ദൈവത്തിന്റെ ആത്മാവ് വെള്ളത്തിന്മീതെ പരിവർത്തിച്ചു കൊണ്ടിരുന്നു. കണ്ടോ, ദൈവത്തിന്റെ ആത്മാവ് വെള്ളത്തിന്റെ മീതെ പരിവർത്തിച്ചു കൊണ്ടിരുന്നു. അപ്പൊ ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യത്തിൽ തന്നെ പരിശുദ്ധാത്മാവ് എന്നുള്ള പദം ഉപയോഗിച്ചിട്ടുണ്ട്. ശ്രദ്ധിക്കൂ. അപ്പൊ ദൈവത്തിന്റെ ആത്മാവ് വെള്ളത്തിന്റെ മീതെ പരിവർത്തിച്ചു കൊണ്ടേയിരുന്നു. ഇനി 1-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യത്തിലും പരിശുദ്ധാത്മാവെന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. എങ്ങനെയെന്ന് ചോദിച്ചാൽ അതിന്റെ ഒറിജിനൽ ഹീബ്രു ഭാഷയില് ബറാഷിത്ത് ബാറ എലോഹീം. ഞാൻ തന്നെയാണല്ലോ തിയോളജി പ്രോപ്പർ പഠിപ്പിച്ചത്. അന്നത് വിശദമായിട്ട് പറഞ്ഞു തന്നതാ. ബറാഷിത്ത് ബാറ എലോഹീം. എലോഹീം എന്ന പ്ലൂറൽ ഫോം ആണ് അവിടെ ഉപയോഗിച്ചിരുന്നത്. അപ്പൊ തന്നെ പിതാവ് പുത്ര പരിശുദ്ധാത്മാവ് ത്രിയേക ദൈവം എന്ന ആശയം 1-ാം അധ്യായം 1-ാം വാക്യത്തിൽ തന്നെ ഉണ്ട്. 2-ാം വാക്യത്തിൽ പറഞ്ഞു പരിശുദ്ധാത്മാവ് വെള്ളത്തിന് മീതെ പരിവർത്തിച്ചുകൊണ്ടേയിരുന്നു. ആത്മാവ്, പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നത് നിത്യതയിലേ ഉള്ളതാണ്. പിടികിട്ടിയെന്ന് കരുതുന്നു. നിത്യതയിലുള്ള പരിശുദ്ധാത്മാവ്. ലോക സൃഷ്ടിപ്പിന് മുമ്പ് തന്നെ പരിശുദ്ധാത്മാവുണ്ട്. പിതാവ് പുത്ര പരിശുദ്ധാത്മാവ് ത്രിയേക ദൈവം അനാദിയിലേ ഉള്ളവർ തന്നെയാണ്. ശ്രദ്ധിക്കൂ, 6-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ അപ്പോൾ യഹോവ മനുഷ്യനിൽ എന്റെ ആത്മാവു സദാകാലവും വാദിച്ചുകൊണ്ടിരിക്കുകയില്ല. നോഹയുടെ കാലം എത്തിയപ്പോൾ അവിടെ ബൈബിളിൽ എഴുതി വെച്ചിട്ടുണ്ട്, അവിടെ ചെറിയ പ്രശ്നം ഉണ്ടായി. എന്താണ് സത്യത്തിൽ അവിടുത്തെ പ്രശ്നം എന്ന് ചോദിച്ചാല് നിങ്ങൾക്കറിയാം. നിങ്ങൾക്ക് അറിയത്തില്ലാത്തവർക്ക് വേണ്ടി മാത്രം ഞാനത് പറയാം. ഈ മനുഷ്യൻ, 1-ാം വാക്യം, മനുഷ്യൻ ഭൂമിയിൽ ആരുടെ ഒന്നൊന്ന് വായിച്ചോളൂ. മനുഷ്യൻ ഭൂമിയിൽ പെരുകി തുടങ്ങി, അവർക്ക് പുത്രന്മാർ ജനിച്ചപ്പോൾ ദൈവത്തിന്റെ പുത്രന്മാർ മനുഷ്യരുടെ പുത്രന്മാരെ സൗന്ദര്യം കണ്ടിട്ട് തങ്ങൾക്ക് ബോധിച്ച് ഏവരെയും ഭാര്യമാരായി എടുത്തു. ഓക്കെ, അവിടെ എഴുതി വെച്ചിരിക്കുന്നത് മനുഷ്യൻ ഭൂമിയിൽ പെരുകി തുടങ്ങി, അവർക്ക് പുത്രിമാർ ജനിച്ചപ്പോൾ ദൈവത്തിന്റെ പുത്രന്മാർ മനുഷ്യരുടെ പുത്രിമാരെ സൗന്ദര്യമുള്ളവരെന്ന് കണ്ടിട്ട് തങ്ങൾക്ക് ബോധിച്ച ഏവരെയും ഭാര്യമാരെ തിരഞ്ഞെടുത്തപ്പോൾ യഹോവ പറഞ്ഞു, മനുഷ്യനിൽ എന്റെ ആത്മാവ് സദാകാലവും ബാധിച്ചുകൊണ്ടിരിക്കുകയില്ല. വളരെ ഗൗരവമായിട്ട് അതൊന്ന് ചിന്തിക്കണം. ആരാണ് ഈ ദൈവത്തിന്റെ പുത്രന്മാർ? ആരാണ് മനുഷ്യരുടെ പുത്രിമാർ? ശ്രദ്ധിക്കുക, ഇവിടെ സത്യത്തിൽ 2 ജീനിയോളജി ഇവിടെയുണ്ട്. 2 ജീനിയോളജി, 2 വംശപാരമ്പര്യം ഇവിടെയുണ്ട്. നിങ്ങൾ ബൈബിൾ നിങ്ങളുടെ ഉണ്ടല്ലോ, 4-ാം അധ്യായത്തിനകത്ത് 16-ാമത്തെ വാക്യമാണ്. അങ്ങനെ കായീൻ യഹോവയുടെ സന്നിധിയിൽ നിന്ന് പുറപ്പെട്ട് ഏദന് കിഴക്ക് നോദ് ദേശത്ത് ചെന്ന് പാർത്തു. കയീൻ തന്റെ ഭാര്യയെ പരിഗ്രഹിച്ചു, അവൾ ഗർഭം ധരിച്ചു, ഹാനോക്കിനെ പ്രസവിച്ചു. അപ്പം ആദം, കയീൻ, ഹാനോക്ക്. ഓക്കെ, അപ്പൊ ആദമിന്റെ 3-ാം തലമുറ കയീനിൽ കൂടെ വന്നാൽ ഹാനോക്കാണ്. അടുത്തതോ, ഹാനോക്കിന് ഈരാദ് ജനിച്ചു. ഹാനോക്കിന്റെ മകന്റെ പേര് ഈരാദ്. ഈരാദ് മെഹൂയയേലിനെ ജനിപ്പിച്ചു. മെഹൂയയേൽ മെതുശയേലിനെ ജനിപ്പിച്ചു. മെതുശയേൽ ലാമക്കിനെ ജനിപ്പിച്ചു. ലാമക്ക് 2 ഭാര്യമാരെ എടുത്തു. ഒരുത്തിക്ക് ആദ എന്നും മറ്റവൾക്ക് സില്ല എന്നും പേർ. നിങ്ങളൊന്ന് നോക്കിയേ, ആദമിന്റെ ജീനിയോളജി എന്ന് പറഞ്ഞാൽ അപ്പൊ ഏതാ ശരിയായ ജീനിയോളജി? നോക്കിയേ, ആദം, കായേൻ, ഹാനോക്ക്, ഈരാദ്, മെഹൂയയേല്, മെഥൂശയേല്, ലാമക്ക്, ഇങ്ങനെയൊരു ജീനിയോളജി ഇപ്പുറത്ത് കിടപ്പുണ്ട്. ഹലോ, ശ്രദ്ധിക്കുന്നു എന്ന് കരുതുന്നു.
ഹാബേലിനെ ഓൾറെഡി കയീൻ കൊന്നു. അപ്പോ ഇതേ അധ്യായത്തിനകത്ത് 26-ാമത്തെ വാക്യത്തിൽ വന്നപ്പോൾ എഴുതി, ഓക്കെ, 25-ാമത്തെ വാക്യത്തിൽ ആദാം തന്റെ ഭാര്യയെ തന്റെ പിന്നെയും ഭാര്യയെ പരിഗ്രഹിച്ചു. അവൾ ഒരു മകനെ പ്രസവിച്ചു. കായിൻ കൊന്ന ഹാബേലിന് പകരം ദൈവം എനിക്ക് മറ്റൊരു സന്തതിയെ തന്നു എന്ന് പറഞ്ഞ് അവന് ശേത്ത് എന്ന് പേരിട്ടു. അവന് ശേത്ത് എന്ന് പേരിട്ടു. അപ്പൊ ശേത്തിന്റെ കാലത്ത് യഹോവയുടെ നാമത്തിലുള്ള ആരാധന ആരംഭിച്ചു. 5-ാം അധ്യായത്തിന് കൊടുത്തിട്ടുള്ള ജീനിയോളജി എന്ന് പറയുന്നത് നോക്കിയാൽ ആദ്യത്തെ പാരഗ്രാഫിൽ ആദാമിനെ കുറിച്ച് പറഞ്ഞു. അടുത്ത പാരഗ്രാഫിനകത്ത് കണ്ടോ, ഷേത്തിന് 105 വയസ്സായപ്പോൾ. അപ്പൊ ആദാമിന്റെ മകനാണ് ഷേത്ത്, ഷേത്തിന്റെ മകനാണ് ഏനോഷ്, ഏനോഷിന്റെ മകനാണ് കേനാന്, കേനാനിന്റെ മകനാണ് മഹലേല്, മഹലേലിന്റെ മകനാണ് യാരദ്, യാരദിന്റെ മകനാണ് ഹാനോക്ക്, ഹാനോക്കിന്റെ മകനാണ് മെഥൂശലേഹ്, മെഥൂശലേഹിന്റെ മകനാണ് ലാമക്ക്, ലാമക്കിന്റെ മകനായിരുന്നു നോഹ. നിങ്ങൾ ശ്രദ്ധിക്കുക, 2 ജീനിയോളജി നിങ്ങളുടെ കണ്ണിന് മുമ്പിൽ ഒന്ന് കൊണ്ടുവന്നേ. 2 ജീനിയോളജി. ഒന്ന് ആദം, കായൻ, ഹാനോക്ക്. ഈ പേരുകൾ തമ്മിൽ ഒന്ന് തന്നെ. ഇപ്പൊ മാത്യു എന്നുള്ള പേരുള്ള എത്രയോ പേരുണ്ട്, ഒരേ പേര് തന്നെ വന്നേ ഉള്ളൂ, അതിലൊന്നും കുഴപ്പമില്ല. ഇപ്പുറത്തെ കായേനിലുള്ള വംശാവലി ഒരിടത്ത് കിടക്കുന്നു, ഇപ്പുറത്ത് ഷേത്തിലുള്ള വംശാവലി കിടക്കുന്നു. മനസ്സിലാവുന്നു എന്ന് കരുതുന്നു. കയീൻ ഒരു ദുഷ്ടനായിരുന്നു നമുക്കറിയാം, സ്വന്തം സഹോദരനെ കൊന്നവൻ. അപ്പൊ ഈ കായീന്റെ സന്താന പരമ്പരയാണ് ഈ മനുഷ്യരുടെ പുത്രിമാർ എന്നിവിടെ പറഞ്ഞിട്ടുള്ളത്. എന്നാൽ ഷേത്തിന്റെ വംശാവലിയിൽപ്പെട്ടവരെയാണ് ദൈവത്തിന്റെ പുത്രന്മാരെന്ന് പറഞ്ഞിട്ടുള്ളത്. കാരണം അവര് ആത്മീകരായിരുന്നു, ദൈവത്തിന്റെ പുത്രന്മാരായിരുന്നു. ആദാം, ഷേത്ത്, ഏനോഷ്, ഈ വംശാവലി. അപ്പോ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന കാര്യം കണ്ടോ, മനുഷ്യൻ ഭൂമിയിൽ പെരുകി തുടങ്ങി, അവർക്ക് പുത്രിമാർ ജനിച്ചപ്പോൾ ദൈവത്തിന്റെ പുത്രന്മാർ മനുഷ്യരുടെ പുത്രിമാരെ സൗന്ദര്യമുള്ളവരെന്ന് കണ്ടിട്ട് തങ്ങൾക്ക് ബോധിച്ച ഏവരെയും ഭാര്യമാരായി എടുത്തു. അപ്പൊ അവർക്ക് ബോധിച്ചവരെ ഭാര്യമാരായി എടുത്തു. ദൈവത്തിന്റെ പുത്രന്മാർ മനുഷ്യരുടെ പുത്രിമാരെ വിവാഹം ചെയ്തു. അഥവാ വിശുദ്ധന്മാരായ ജനം അശുദ്ധരുമായി കൂട്ടിക്കലർന്ന ഒരു സമൂഹം ഉണ്ടായി. അപ്പൊ ഇവിടെ പറയുകയാ, മനുഷ്യനിൽ എൻ്റെ ആത്മാവ് സദാകാലവും വാദിച്ചുകൊണ്ടിരിക്കുകയില്ല, അവൻ ജഡം തന്നെയല്ലോ, എങ്കിലും അവന്റെ കാലം 120 സംവത്സരമായിട്ട് കുറയും. ശ്രദ്ധിക്കൂ. അപ്പൊ ലോകത്തിന് വരാൻ പോകുന്ന ഒരു വലിയ വിപത്ത്, ഒരു വലിയ ജഡ്ജ്മെന്റ്, ഒരു വലിയ ദൈവത്തിൽ നിന്ന് വരുന്ന ഒരു വലിയ പ്രവൃത്തി. നിങ്ങളൊന്ന് നോക്കിയേ, യൂദായുടെ ലേഖനം ഒരു നിമിഷം ഒന്ന് എടുത്ത് നോക്കിയേ. പുതിയ നിയമത്തിലെ യൂദായുടെ ലേഖനം ഒന്നെടുത്ത്. യൂദായുടെ ലേഖനത്തിനകത്ത് ഓക്കെ 14-ാമത്തെ വാക്യം, ഒരധ്യായം ഉള്ളല്ലോ. 14-ാമത്തെ വാക്യം നോക്കിയേ. യൂദാ 14. ആദം മുതൽ ഏഴാമനായ ഹാനോക്കും ഇവരെ കുറിച്ച് ഇതാ കർത്താവ് എല്ലാവരെയും വിധിപ്പാൻ അവർ അഭക്തിയോടെ ചെയ്ത ഭക്തിവിരുദ്ധമായ സകല പ്രവൃത്തികളും നിമിത്തം ഭക്തികെട്ട പാപികൾ തന്റെ നേരെ പറഞ്ഞ സകല നിഷ്ഠൂരങ്ങളും നിമിത്തവും ഭക്തികെട്ടവരെ ഒക്കെയും ബോധം വരുത്തുവാനും 1000 വിശുദ്ധന്മാരോടുകൂടെ വന്നിരിക്കുന്നു എന്ന് പ്രവചിച്ചു. കണ്ടോ, നോക്കിയേ. അപ്പൊ ഈ ഹാനോക്ക് ആരായിരുന്നു? ആദാം മുതൽ ഏഴാമനായ ഹാനോക്ക്. ഹാനോക്കിന്റെ മകനായിരുന്നു മെഥൂശാലഹ്. മെഥൂശാലഹ് എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം, മെഥു എന്ന് പറഞ്ഞാൽ മൃത്യു, ശാലഹ് എന്ന് പറഞ്ഞാൽ അയക്കപ്പെടുക. അതായത് ഇങ്ങനെയാണ് അതിന്റെ അർത്ഥം, ഇവൻ മരിക്കുമ്പോൾ ന്യായവിധി ഉണ്ടാവും, ന്യായവിധി അയക്കപ്പെടും. അതുകൊണ്ടാണ് 900 ഏറ്റവും കൂടുതൽ പ്രായം ചെന്നയാൾ മെഥൂശാലഹായിരുന്നു. മെഥൂശാലഹിന്റെ പ്രായവും നോഹയുടെ പ്രായമായിട്ടൊക്കെ തട്ടിച്ചു നോക്കി പഠിക്കുമ്പോൾ കൃത്യമായി നമുക്കൊരു കാര്യം മനസ്സിലാക്കാൻ പറ്റും. കണ്ടോ, ഇവിടെ ഹാനോക്ക് പ്രവചിച്ചു, കർത്താവ് എല്ലാവരെയും വിധിപ്പാൻ. അവർ അഭക്തിയോടെ ചെയ്ത ഭക്തിവിരുദ്ധമായ സകല പ്രവൃത്തികൾ നിമിത്തം ഭക്തികെട്ട ഭാവികൾ തന്റെ നേരെ പറഞ്ഞ സകല നിഷ്ഠൂരങ്ങൾ നിമിത്തം ഭക്തികെട്ടവരെയൊക്കെയും ബോധം വരുത്തുവാൻ 1000 വിശുദ്ധന്മാരോടുകൂടെ വന്നിരിക്കുന്നു എന്ന് പ്രവചിച്ചു. ഒരു ന്യായവിധി വരുന്നു എന്ന് ഹാനോക്ക് പ്രവചിച്ചു. ഹാനോക്ക് ഒരു പ്രവാചകനായിരുന്നു.
ദൈവത്തോടു കൂടെ നടന്നതിനാൽ, ദൈവം അവനെ എടുത്തുകൊണ്ടതിനാൽ ആരും പിന്നെ കണ്ടിട്ടില്ല എന്ന് ബൈബിളിൽ ഉൽപ്പത്തിയിൽ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. തന്റെ മകൻ മെഥൂശാലഹ് ഈ പ്രവചിച്ചവനായിരുന്നു ഹാനോക്ക്. അതുകൊണ്ട് തന്നെയാണ് ഹാനോക്ക് ദൈവഭയമുള്ളവനായി ജീവിച്ചു. എന്നാൽ അടുത്ത 2 തലമുറകൾക്ക് ശേഷം സംഭവിച്ചത് പിടികിട്ടിയോ? അവരും ലോകത്തിലേക്ക് ഇറങ്ങിപ്പോയി. അവിടെയാണ് ദൈവത്തിന്റെ ന്യായവിധി അയച്ചു. എന്താണ് ന്യായവിധി? ഉണ്ടോ? ഫ്ലഡ്, അതെ, വെള്ളപ്പൊക്കം ഉണ്ടായി, അതിഭയങ്കരമായ ജലപ്രളയം ഉണ്ടായി. ജലപ്രളയത്തിൽ മുഴുവൻ പേരും പോയില്ലേ? മാനവലോകം മുഴുവൻ പോയില്ലേ പ്രിയരെ? നിങ്ങൾ നോക്ക്, ഇന്നും ഇതോട് ചേർത്ത് ഞാനൊരു പ്രസന്റ് ഡേ റെലവന്റ് പറയാം. ഇന്നും ആത്മീകരെന്ന് പറയുന്ന നമ്മളും അനാത്മീകരുമായി ഇണയില്ലാപ്പിണ കൂടുകയും അവിശുദ്ധ കൂട്ടുകെട്ടുകൾ ഉണ്ടാക്കുകയും ചെയ്യുന്ന ഒരു കാലഘട്ടമാണ്. കാരണം സഭകളെല്ലാം ഇന്ന് ലോകത്തിലേക്ക് ഇറങ്ങിപ്പോയിരിക്കുകയാണ്. ലോകവുമായി വലിയ ബന്ധങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. ഇതാ ന്യായവിധിവാതുക്കൽ വന്നിരിക്കുകയാണ്. ഇനിയും അധികം താമസമില്ല നമ്മുടെ കർത്താവ് വരുവാൻ. കാരണം ന്യായവിധിവാതുക്കൽ വന്നു നിൽക്കുകയാണ്. ശ്രദ്ധിക്കൂ. അപ്പൊ ഈ പഴയ നിയമത്തിൽ പരിശുദ്ധാത്മാവ് ഉണ്ടായിരുന്നു. നോഹയുടെ കാലത്തും പരിശുദ്ധാത്മാവ് ഉണ്ടായിരുന്നു. ഉണ്ടോ? പഴയ നിയമത്തിൽ ഏത് സമയത്താണ് പരിശുദ്ധാത്മാവ് ഇല്ലാഞ്ഞത് നോക്കിയേ. ടൈം ഓഫ് മോസസ്, മോശയുടെ സമയത്ത് പരിശുദ്ധാത്മാവില്ലായിരുന്നോ? പുറപ്പാട് പുസ്തകം 31:18. അല്പം കൂടെ സ്പീഡൊന്ന് കൂട്ടട്ടെ. പുറപ്പാട് പുസ്തകം 31:18 ഒന്ന് നോക്കിയേ. അവൻ സീനായി പർവ്വതത്തിൽ വെച്ച് മോശയോട് അരുളി ചെയ്തു കഴിഞ്ഞ ശേഷം ദൈവത്തിന്റെ വിരൽ കൊണ്ട് എഴുതിയ പലകകളായ സാക്ഷ്യപലക 2 അവന്റെ പക്കൽ കൊടുത്തു. ഓക്കെ, ദൈവത്തിന്റെ വിരലുകൾ കൊണ്ട് എഴുതിയെന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുക. ദൈവത്തിന്റെ വിരല്. നിങ്ങളൊന്ന് ശ്രദ്ധിക്കാമെങ്കിൽ ഞാനൊന്ന് പറയട്ടെ. ദൈവത്തിന്റെ വിരലെന്ന് പറഞ്ഞാല് സത്യത്തിൽ എന്താ ദൈവത്തിന്റെ വിരൽ? ഓക്കെ, നിങ്ങളുടെ ആരുടെയെങ്കിലും ഇംഗ്ലീഷ് ബൈബിൾ കാണുമല്ലോ. ലൂക്കോസിന്റെ സുവിശേഷം 11-ാം അധ്യായത്തിന് 20-ാം വാക്യം. മലയാളത്തിലും വായിക്കണം, ഇംഗ്ലീഷിലും വായിക്കണം. ഇംഗ്ലീഷ് ഉണ്ടെങ്കിൽ എല്ലാവരും ആരുടെയും കൈ കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ലൂക്കോസിന്റെ സുവിശേഷം 11-ാം അധ്യായം 20-ാമത്തെ വാക്യം. എന്നാൽ ദൈവത്തിന്റെ ശക്തി കൊണ്ട് ഞാൻ ഭൂതങ്ങളെ പുറത്താക്കുന്നു, എങ്കിൽ ദൈവരാജ്യം നിങ്ങളുടെ അടുക്കൽ വന്നിരിക്കുന്നു സ്പഷ്ടം. Okay, anyone is having English Bible, please? But if it is by the finger of God that I cast out demons, then the kingdom of God has come upon you. ഞാൻ ചോദിക്കട്ടെ, ഫിംഗർ ഓഫ് ഗോഡ് എന്ന് പറഞ്ഞത് ഇംഗ്ലീഷ് ബൈബിൾ എഴുതിയിരിക്കുന്ന ഫിംഗർ ഓഫ് ഗോഡ് എന്ന, അതിന്റെ ട്രാൻസ്ലേഷൻ മലയാളത്തിൽ കൊടുത്തിരിക്കുന്നത് എന്തുവാ ഉണ്ടോ? ദൈവത്തിന്റെ ശക്തി എന്നായിരുന്നു. ഓക്കെ, മത്തായിയുടെ സുവിശേഷത്തിൽ ഒരു വാക്യം കൂടെ ഒന്ന് കാണിക്കട്ടെ. മത്തായിയുടെ സുവിശേഷം 12-ാം അധ്യായത്തിനകത്ത് 28-ാമത്തെ വാക്യത്തിലൂടെ ഒന്ന് വന്നു നോക്കിയേ. മത്തായിയുടെ സുവിശേഷം 12-ാം അധ്യായത്തിനകത്ത് 28-ാമത്തെ വാക്യം. ദൈവാത്മാവിനാൽ ഞാൻ ഭൂതങ്ങളെ പുറത്താക്കുന്നു, എങ്കിലോ ദൈവരാജ്യം നിങ്ങളുടെ അടുക്കൽ വന്നെത്തിയിരിക്കുന്നു സ്പഷ്ടം. ഓക്കെ, ഇംഗ്ലീഷ്. But if I drive out demons by the Spirit of God, then the kingdom of God has come upon you. കണ്ടോ? എന്തോ മനസ്സിലായി? ദൈവത്തിന്റെ വിരൽ എന്ന് മലയാളത്തിൽ എഴുതിയെടുത്ത് ദ സ്പിരിറ്റ് ഓഫ് ഗോഡ് എന്നാണ് ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്നത്. ദൈവത്തിന്റെ ആത്മാവെന്ന് എഴുതിയിരിക്കുന്നത്. നോക്കണം. അപ്പൊ ഈ കൽപ്പലകകളിൽ ദൈവത്തിന്റെ വിരൽ കൊണ്ട് എഴുതിയെന്നൊക്കെ പറഞ്ഞ സത്യത്തിൽ ആത്മാവിനാൽ എഴുതിയെന്നാണ് അതിന്റെ അർത്ഥം. ദൈവത്തിന്റെ വിരൽ, ഫിംഗർ ഓഫ് ഗോഡ് എന്നുള്ള ആ യൂസേജ്. ലൂക്കോസിന്റെ സുവിശേഷത്തിൽ ഇവിടെ സിസ്റ്റർ എലിസബത്ത് വായിച്ചിരുന്നു ഫിംഗർ ഓഫ് ഗോഡ് എന്നായിരുന്നു. ജിനു സ്റ്റീഫൻ മത്തായിയുടെ സുവിശേഷത്തിൽ വായിച്ചു എന്താന്ന് കേട്ടല്ലോ, സ്പിരിറ്റ് ഓഫ് ഗോഡ് എന്നാണ്. ദ സെയിം കോണ്ടെക്സ്റ്റ്, ദ സെയിം ഈവന്റ്. എങ്ങനെയാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് മനസ്സിലാക്കിയോ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കുക, ഇവിടെ ദൈവത്തിന്റെ വിരലുകൾ എന്ന് പറഞ്ഞത് ദൈവത്തിന്റെ ആത്മാവിനെ കുറിച്ച് തന്നെയാണ്. ഓക്കെ, പുറപ്പാട് പുസ്തകം 35-ാം അധ്യായം 30-ാമത്തെ വാക്യത്തിലേക്ക് ഒന്ന് വരാം.
എന്നാൽ മോശ ഇസ്രായേൽ മക്കളോട് പറഞ്ഞത്, നോക്കുവിൻ, യഹോവ യഹൂദ ഗോത്രത്തിൽ ഹൂരിന്റെ മകനായ ഊരയുടെ മകൻ ബെസേലിനെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു. കൗശലപ്പണികളെ സങ്കല്പിച്ചുണ്ടാക്കിയവന് പൊന്ന്, വെള്ളി, താമ്രം എന്നിവ കൊണ്ട് പണി ചെയ്യുവാനും രത്നം വെട്ടി പതിപ്പാനും മരത്തിൽ കൊത്തുപണിയായ സകലവിധ കൗശലപ്പണിയും ചെയ്യുവാനും അവൻ ദിവ്യാത്മാവിനാൽ അവനെ ജ്ഞാനവും ബുദ്ധിയും അറിവും സകലവിധ സാമർഥ്യവും കൊണ്ട് നിറച്ചിരിക്കുന്നു. മതി മതി അവന്റെ മതി. അപ്പൊ ഈ ഒഹോലിയാബിനും ബസലേലിനും എങ്ങനെയാണ് ഈ സമാഗമന കൂടാരത്തിന്റെ പ്ലാൻ കിട്ടിയത്? അവിടെ എഴുതി വെച്ചിട്ടുണ്ട്, ദിവ്യാത്മാവിനാലായിരുന്നു കിട്ടിയത്. ഉണ്ടോ? ദിവ്യാത്മാവിനാലായിരുന്നു കിട്ടിയത്. പഴയ നിയമത്തിൽ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം വളരെ ശക്തമായിട്ടുണ്ടായിരുന്നു പ്രിയരെ. പുതിയ നിയമത്തിലെ മാത്രം ഒരു പ്രതിഭാസമാണെന്നൊന്നും പറഞ്ഞ് നമ്മൾ തള്ളിക്കളയരുത്. വളരെ വ്യക്തമായി പഴയ നിയമത്തിൽ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം നമുക്ക് ശരിയായിട്ട് പഠിക്കാനായിട്ട് കഴിയുന്നുണ്ട്. മാത്രമല്ല, ഇപ്പം വായിച്ചതിന്റെ അടുത്ത വാക്യത്തിലുണ്ട്, ഉടൻ ആത്മാവോടെ വന്നെന്നും അവരെല്ലാവരും ആത്മാവിൽ പ്രവചിച്ചെന്നൊക്കെ അതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട്. സമയം പോകുന്നതുകൊണ്ടാണ് വായിപ്പിക്കാത്തത്. നിങ്ങൾക്ക് പിന്നെ ഇരുന്ന് വായിക്കാമല്ലോ. ശ്രദ്ധിക്കുക. അടുത്തയാണ് പ്രോഫറ്റ്സ് എന്നൊരു വാക്ക് എഴുതിയിട്ടുള്ളൂ. ഞാൻ ചോദിക്കട്ടെ, ആത്മാവ് ശൗലിന്റെ മേൽ വന്നപ്പോൾ ശൗലും പ്രവചിച്ചു എന്ന് വായിച്ചിട്ടുണ്ടോ നിങ്ങൾ ആരെങ്കിലും? ഉണ്ടല്ലോ, വിശുദ്ധ ബൈബിളിലുണ്ട്. ശൗലിന്റെ മേൽ പരിശുദ്ധാത്മാവ് വന്നപ്പോൾ ശൗല് പ്രവചിച്ചു. അപ്പൊ പഴയ നിയമത്തിൽ പ്രവചനം ഉണ്ടായിരുന്നു. ഇല്ലായിരുന്നു എന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? പറ്റില്ല. ഇനി ഈ പ്രവാചകന്മാർ പ്രവചിച്ചത് പിന്നെ എങ്ങനെയാ? യഹോവയുടെ ആത്മാവിന്റെ മേൽ വന്നു, അപ്പോൾ ഞാൻ നാവെടുത്ത് സംസാരിച്ചു, ഇങ്ങനെയല്ലേ പറയുന്നത്? അപ്പൊ ഈ പ്രവാചകന്മാരെ മുഴുവൻ പരിശുദ്ധാത്മാവിലാണ് പ്രവചിച്ചത്. ഉണ്ടോ? ഇനി ഓരോ നേതാക്കന്മാരെയും, ദാറ്റ് മീൻസ് ശൗല്, ദാവീദ്, ശലോമോൻ, ഇവർക്കൊക്കെ ആത്മാവില്ലായിരുന്നോ? ദൈവാത്മാവുള്ള ഇവനെ പോലെ ഒരാളെ ആർക്ക് കിട്ടും? ഞാൻ ഒത്തിരി കോണ്ടക്സ്റ്റ് വിട്ട് കളഞ്ഞതാ. ജോസഫിനെ കുറിച്ച് പറഞ്ഞു തന്നതാ, ദൈവാത്മാവുള്ള ഇവനെ പോലെ ഒരാളെ ആർക്ക് കിട്ടും? ഓട്ടെ, ദാനിയലിനെ കുറിച്ച് പറഞ്ഞു തന്നതാ, ദൈവാത്മാവുള്ള ഇവനെ പോലെ ഒരാളെ ആർക്ക് കിട്ടും? വാത്സല്യ സഹോദരങ്ങളെ, പഴയ നിയമത്തിൽ ഉൽപ്പത്തി മുതൽ മലാഖി വരെ പരിശുദ്ധാത്മാവിന്റെ നിയന്ത്രണം തന്നെയാണ്. പരിശുദ്ധാത്മാവാണ് അവരുടെ മേൽ വന്നതും അവര് ആത്മാവിൽ പ്രവചിച്ചതും. അതേ ആത്മാവിനാലാണ് അവരെ രാജകീയ വാഴ്ചയ്ക്ക് വേണ്ടി വന്നത്. അതേ പൗരോഹിത്യ ശുശ്രൂഷയ്ക്ക് വേണ്ടി മാറ്റി. ഇതെല്ലാം പരിശുദ്ധാത്മാവിനാൽ തന്നെയായിരുന്നു. ഓക്കെ, നമുക്ക് പുതിയ നിയമത്തിലേക്ക് ഒന്ന് വരാം. ന്യൂ ടെസ്റ്റമെന്റ്. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ നോക്കൂ, സമവീക്ഷണ സുവിശേഷങ്ങളിൽ നോക്ക. പഴയ നിയമം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. പുതിയ നിയമത്തിൽ സമവീക്ഷണ സുവിശേഷം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം. നിങ്ങൾ ബൈബിൾ കോളേജ് സ്റ്റുഡൻസ് ആണ്. മത്തായി, മർക്കോസ്, ലൂക്കോസ്, ഈ 3 സുവിശേഷങ്ങളുടെ പേരാണല്ലോ സമവീക്ഷണ സുവിശേഷങ്ങൾ. അങ്ങനെയാണെങ്കിൽ ഈ സമവീക്ഷണ സുവിശേഷങ്ങളിൽ മുഴുവൻ പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തിയല്ലേ എഴുതി വച്ചിരിക്കുന്നത്? സംശയമുണ്ടോ? ഏത് രംഗത്തിലാണ് നിങ്ങൾക്ക് പരിശുദ്ധാത്മാവില്ലാത്തത്? യേശുവിന്റെ ജനനം ഒന്ന് നോക്കിയേ. കഴിഞ്ഞ ദിവസം നമ്മൾ വായിച്ചതാ, അത്യുന്നതന്റെ ശക്തി അവളുടെ മേൽ നിഴലിട്ടു. ഉണ്ടോ? പരിശുദ്ധാത്മാവിനാൽ കന്യഗർഭിണിയായി. എത്ര ക്ലിയർ ആയിട്ട് എഴുതി വച്ചിരിക്കുന്നു. അപ്പൊ പരിശുദ്ധാത്മാവിനാലായിരുന്നു ശിശു ഇവിടെ ജനിച്ചത്. ഉണ്ടോ? ഇനി ശിശുവിന്റെ പ്രതിഷ്ഠ ഒന്ന് നോക്കിയേ. എന്ന് പറഞ്ഞാൽ ജോസഫ് ആൻഡ് മറിയ അവര് ശിശുവിനെ കൊണ്ട് ദൈവാലയത്തിലേക്ക് ചെന്നു. ദൈവാലയത്തിലേക്ക് ചെന്നപ്പോൾ ലൂക്കോസിന്റെ സൂചനത്തൊക്കെ എഴുതി വെച്ചിരിക്കുന്നത് എന്നാണെന്നറിയാമോ? ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, ആത്മനിയോഗത്താൽ ഷിമ്യോൻ എന്ന വയോവൃദ്ധനും അവിടെ ചെന്നെന്ന് എഴുതിയിരിക്കുന്നത്. അല്ല, എങ്ങനെയാ യേശുവിനെയാ കൊണ്ടുവന്നൊന്നും ആർക്കും അറിഞ്ഞുകൂടാ. ആത്മനിയോഗത്താൽ, അതേ പദം അവിടെ എഴുതി വെച്ചിരിക്കുക. ദൈവാത്മാവിന്റെ നിയോഗത്താൽ ഷിമ്യോൻ അവിടെ ചെന്നു. ഈ കുഞ്ഞിനെ കയ്യിലെടുത്ത് പ്രാർത്ഥിച്ച്, ഇപ്പോൾ നാഥ, തിരുവചനം പോലെ അടിയനോടുള്ള അങ്ങയുടെ വാഗ്ദത്തങ്ങൾ നിറവേറ്റണേ എന്ന് പറഞ്ഞ ആ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിച്ചില്ലേ? കാരണം എന്നാ? ഈ കുഞ്ഞിനെ കാണാതെ മരിക്കുകയില്ല എന്ന് ഒരു ദൂത്, ഒരാലോചന ദൈവം ഷിമ്യോന് കൊടുത്തിരുന്നു. എങ്ങനെയാ? ഒരു വാക്ക് മാത്രം പറയാം. ഞാൻ തന്നെ ചിലപ്പോൾ പറഞ്ഞതായിരിക്കാം.
ഷിമിയോൻ എന്ന് പറയുന്ന ആള് ഈ ബൈബിൾ പകർത്തി എഴുതുന്ന ഒരാളായിരുന്നു, തിരുവെഴുത്ത്. അങ്ങനെ പകർത്തി എഴുതിയപ്പോൾ യെശയ്യാവിന്റെ പുസ്തകം എഴുതി വന്നപ്പോൾ കന്യ ഗർഭിണിയായ ഒരു മകനെ പ്രസവിക്കുമെന്ന വാക്ക് കണ്ടപ്പോൾ അദ്ദേഹം എഴുത്ത് നിർത്തി. വിർജിൻ ബർത്ത് എന്നുള്ളത് എഴുതാൻ അദ്ദേഹം മടിച്ചു. അദ്ദേഹം അത് മടിച്ച് പേന മീൻസ് ബാമ്പു പ്ലേ ആയിരിക്കും, അവൻ എഴുതുന്ന എന്തോ ആട്ടെ, അത് മാറ്റിവെച്ച് താൻ എഴുതാൻ സംശയിച്ചു, മടിച്ചു നിൽക്കുന്ന അന്ന് പരിശുദ്ധാത്മാവ് അദ്ദേഹത്തോട് ഇടപെട്ടു. ഈ കുഞ്ഞിനെ കാണാതെ നീ മരിക്കുകയെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ചരിത്രം കിടക്കുന്നത്. ഉടനെ അദ്ദേഹം ദൈവത്തോട് ക്ഷമ ചോദിച്ചിട്ട് താൻ ആ ബാമ്പു പ്ലേ എടുത്ത് വീണ്ടും മഷിയിൽ മുക്കി കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കുമെന്ന് എഴുതി. അതാണ് ഷിമ്യോൻ. എന്നാൽ ഇപ്പൊ ഷിമ്യോനോട് പറഞ്ഞ് വാഗ്ദത്തം നിറവേറാതെ ഷിമ്യോന് മരിക്കാൻ പറ്റിയില്ല. അതിന് ദൈവാലയത്തിൽ വന്ന് പാർക്കുകയാണ് ഇപ്പൊ ഷിമ്യോൻ, വയോവൃദ്ധനായ മനുഷ്യൻ. അദ്ദേഹത്തോട് ദൈവാത്മാവ് പറഞ്ഞു, നീ ഇപ്പൊ എഴുന്നേറ്റ് പള്ളിയിലോട്ട് പോകാൻ പറഞ്ഞു, ദൈവാലയത്തിൽ പോകാൻ പറഞ്ഞു. അങ്ങനെ ആ ദൈവാലയത്തിൽ ചെന്നപ്പോൾ ജോസഫും മറിയ ഒരു കുഞ്ഞിനെയും കൊണ്ട് നിൽക്കുന്നു. ആത്മാവല്ലേ ഹേമിച്ചത്. ആ കുഞ്ഞിനെ കയ്യിൽ വാങ്ങിച്ചുകൊണ്ട് പ്രാർത്ഥിച്ച പ്രാർത്ഥനയാ ബൈബിൾ എഴുതി വെച്ചിരിക്കുന്നത്. കണ്ടോ, ഇപ്പോൾ നാഥ തിരുവചനം പോലെ അടിയനോടുള്ള വചനം നിറവേറ്റണമേ എന്ന് പറഞ്ഞില്ലേ. അങ്ങനെയാണെങ്കിൽ നാം ഒന്ന് മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, കർത്താവിന്റെ ക്രിസ്തുവിനെ കാണും മുമ്പ് മരിക്കുകയില്ല. നിങ്ങൾക്ക് ഏവർക്കും അറിയാം, ബഹുമാന്യനെ കാനവച്ചനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ബഹുമാന്യനെ കാനവച്ചൻ ഒരിക്കല് ഈ വാക്യം പ്രസംഗിച്ചു. ഞാൻ അന്ന് ഓഡിയൻസിന്റെ കൂടെ ഇരിപ്പുണ്ട്. അച്ഛൻ പ്രസംഗിക്കുക, കർത്താവിന്റെ ക്രിസ്തുവിനെ കാണും മുമ്പ് നീ മരിക്കയില്ലെന്ന് പരിശുദ്ധാത്മാവിനാൽ അവനൊരു അരുളപ്പാടുണ്ടായത് കൊണ്ടാണ് അവൻ ദൈവാലയത്തിൽ കാത്തിരുന്നത് യേശു കുഞ്ഞിന് വേണ്ടി എന്ന് പറഞ്ഞു. എന്നിട്ട് അദ്ദേഹം പറയുക, ഇതിൻ്റെ ഒരു വേർഷനാണ് എന്നെ ആകർഷിച്ചത്. എന്താ വേർഷൻ എന്നറിയാമോ? നിന്റെ മരണത്തിന് മുൻപ് നീ ക്രിസ്തുവിനെ കണ്ടെത്തിക്കോണു. എന്നാ വേർഷനായിരുന്നു ഞാൻ പറഞ്ഞത്. കർത്താവിന്റെ ക്രിസ്തുവിനെ കാണും മുമ്പ് നീ മരിക്കയില്ല. അതിന് അദ്ദേഹം കൊടുത്ത വേർഷൻ, കുഞ്ഞേ നീ മരിക്കുന്നതിന് മുൻപ് യേശുവിനെ കണ്ടെത്തിക്കോണം. അപ്പൊ നോക്കിയേ, സമവീക്ഷണ സുവിശേഷങ്ങളിൽ യേശുവിന്റെ ജനനത്തിങ്കൽ, ശിശു പ്രതിഷ്ഠയെങ്കിൽ, ഇനി സ്നാനത്തിന്റെ സമയത്തോ പരിശുദ്ധാത്മാവ് വന്നല്ലോ. പരിശുദ്ധാത്മാവ് പ്രാവന്ന രൂപത്തിൽ ഇറങ്ങി വന്നു. പിതാവ് സംസാരിച്ചു, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവന് ചെവി കൊടുപ്പീൻ എന്ന് പറഞ്ഞില്ലേ. യേശുവിന്റെ പരീക്ഷാ സമയത്തോ എന്ന് എഴുതിയിരിക്കുക. അനന്തരം പരിശുദ്ധാത്മാവ് അവനെ മരുഭൂമിയിലേക്ക് നടത്തി എന്നല്ലേ, 40 ദിവസത്തെ ഉപവാസം. അതിനുശേഷം പരിശുദ്ധാത്മാവ് അവനെ പരീക്ഷാ സ്ഥലത്തേക്ക് പോയി. അപ്പോൾ പരീക്ഷകൻ അടുത്തു വന്നു. മുഴുവൻ നിങ്ങൾ വായിച്ചു നോക്കിക്കേ, പരിശുദ്ധാത്മാവിന്റെ ഇന്റർവെൻഷൻ അല്ലേ മുഴുവൻ രംഗങ്ങളിലും കിടക്കുന്നത്. പരീക്ഷാ സമയത്ത് യേശുവിന്റെ ശുശ്രൂഷാ വേളകളിൽ പ്രായശ്ചിത്ത മരണം നടന്നപ്പോൾ നിത്യാത്മാവിനാലല്ലേ നിവർത്തിച്ചത്. നിങ്ങൾ ശ്രദ്ധിക്കൂ, സുവിശേഷങ്ങളിൽ മുഴുവൻ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനമുണ്ട്. പരിശുദ്ധാത്മാവിനെ മാറ്റി നിർത്തിയിട്ടൊരു സുവിശേഷം ഇല്ലവേ ഇല്ല. ഇനി യോഹന്നാന്റെ സുവിശേഷത്തിൽ വന്നാലും ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ, മുഴുവൻ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനമല്ലേ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇഷ്ടംപോലെ രംഗങ്ങൾ ആത്മാവിനാലാണ് പുതുജനനം നടക്കുന്നതെന്ന് പറഞ്ഞില്ലേ നിക്കോദീമോസിനോട്. അവിടെ പോലെ നിങ്ങൾ നോക്ക്, സുവിശേഷങ്ങളിൽ, അതെ സമവീക്ഷണ സുവിശേഷങ്ങളിൽ, യോഹന്നാന്റെ സുവിശേഷത്തിൽ എല്ലാം പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനത്തെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുക. അപ്പോസ്തല പ്രവർത്തന പുസ്തകമോ ഞാൻ ഒരു വാക്കുപോലും പറയേണ്ട ആവശ്യമില്ലല്ലോ. അതിന്റെ 1-ാം അധ്യായം 1-ാം വാക്യം മുതൽ 28-ാം അധ്യായം വരെ പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തികളല്ലേ എഴുതി വെച്ചിരിക്കുന്നത്. ആണോ? യേശു ക്രിസ്തു തന്നെ പറഞ്ഞല്ലോ, എന്നോട് കേട്ട പിതാവിന്റെ വാഗ്ദത്തത്തിന് വേണ്ടി നിങ്ങൾ കാത്തിരിക്കണം എന്ന് പറഞ്ഞു. നിങ്ങൾക്ക് ഏതെന്നാൽ കഴിയുന്നതിന് മുമ്പ് പരിശുദ്ധാത്മാവ് കൊണ്ട് സ്നാനം ലഭിക്കുമെന്ന് പറഞ്ഞില്ലേ. യോഹന്നാൻ നിങ്ങൾക്ക് വെള്ളം കൊണ്ടാണ് സ്നാനം തന്നത്, എന്നാൽ ഏറെ നാൾ കഴിയുന്നതിന് മുമ്പ് നിങ്ങൾക്ക് പരിശുദ്ധാത്മാവിന് സ്നാനം ലഭിക്കും എന്ന് പറഞ്ഞു തുടങ്ങി. അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായത്തിൽ അവിടുന്ന് മുന്നോട്ട് നോക്ക്. 2-ാം അധ്യായം പരിശുദ്ധാത്മ സ്നാനമല്ലേ. 3-ാം അധ്യായത്തിൽ പരിശുദ്ധാത്മ നിറവിലല്ലേ ആ മുടന്തന് സൗഖ്യം നൽകിയത്. ഓരോ ചാപ്റ്ററിനകത്തും പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. നിങ്ങൾ ശ്രദ്ധിക്കൂ, പൊളൈൻ ലെറ്റേഴ്സ്, പൗലൂസിന്റെ എഴുത്തുകൾ നോക്ക്. റോമാലേഖനം മുതൽ എബ്രായ ലേഖനം വരെ
ഓരോ പേജും നിങ്ങൾ മറിച്ചു നോക്കിയേ, പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തിയല്ലേ എഴുതി വെച്ചിരിക്കുന്നത്. വേറെ എന്നാ എഴുതി വെച്ചിരിക്കുന്നത്? പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി എത്ര വ്യക്തമായിട്ട് എഴുതി വെച്ചിരിക്കുന്നു. കാതലിക് എപ്പിസൽസിലേക്ക് ഒന്ന് വന്ന് നോക്കിയേ, അതായത് സാർവത്രിക ലേഖനങ്ങൾ, അതായത് യാക്കോബ്, 1 പത്രോസ്, 2 പത്രോസ്, 1 യോഹന്നാൻ, 2 യോഹന്നാൻ, 3 യോഹന്നാൻ, യൂദ, ഈ 7 പുസ്തകങ്ങളെയാണ് സാർവത്രിക ലേഖനങ്ങൾ എന്ന് പറയുന്നത്, കാതലിക് എപ്പിസൽസ്. ഈ കാതലിക് എപ്പിസൽസിനകത്ത് ഓരോന്നിനകത്തുകൊണ്ട് പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ച് എത്രയോ വ്യക്തതയോടുകൂടി എഴുതിയിരിക്കുകയാണ്. തീർന്നില്ല. ബുക്ക് ഓഫ് റെവലേഷൻ, വെളിപ്പാട് പുസ്തകത്തിനകത്തോ മുഴുവൻ അതല്ലേ എഴുതി വെച്ചിരിക്കുന്നത്? പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ചല്ലേ. 1-ാം അധ്യായത്തിനകത്ത് പരിശുദ്ധാത്മാവിനെ കുറിച്ച് എഴുതിയില്ലേ? 2-ാം അധ്യായത്തിൽ ഓരോ സഭയുള്ള ദൂത് പറയുമ്പോഴും ആത്മാവ് സഭകളോട് പറയുന്നത് ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്നല്ലേ പറഞ്ഞത്? ആത്മാവ് സഭകളോട് പറയുന്ന ചെവിയുള്ളവൻ കേൾക്കട്ടെ. അപ്പൊ 2-3 അധ്യായത്തിൽ ഓരോ പാരഗ്രാഫിലും പരിശുദ്ധാത്മാവിനെ കുറിച്ച് എഴുതിയിരിക്കുക. 4-ാം അധ്യായത്തിൽ പരിശുദ്ധാത്മാവിനെ കുറിച്ച് എഴുതി. 5, 6 മുന്നോട്ട് നോക്ക്, മുഴുവൻ പരിശുദ്ധാത്മാവിനെ കുറിച്ച് എഴുതിയിരിക്കുക. 4-5 അധ്യായങ്ങൾ സ്വർഗീയ സിംഹാസനമായിരിക്കാം, അവിടെയും പരിശുദ്ധാത്മാവിന്റെ ഇന്റർവെൻഷൻ പറഞ്ഞിട്ടുണ്ട്. 6 മുതൽ ഇവിടെ നടക്കുന്ന ഗ്രേറ്റ് ട്രിബുലേഷൻ പീരീഡ് ആണ്, അവിടെയും പരിശുദ്ധാത്മാവ് ഈ ഭൂമിയിൽ ഉണ്ട് എന്ന യാഥാർത്ഥ്യം നാം വിസ്മരിക്കരുത്. അതെ, നോക്ക്. അതിനുശേഷം അപ്പൊ ഈ പുസ്തകം മുഴുവൻ നമ്മൾ നോക്കി, പരിശുദ്ധാത്മാവ് 20-ാം അധ്യായം, 21-ാം അധ്യായം മുഴുവൻ പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തികൾ എത്ര ശ്രേഷ്ഠമാണ്. അങ്ങനെയാണെങ്കിൽ സമവീക്ഷണ സുവിശേഷം, യോഹന്നാന്റെ സുവിശേഷം, അപ്പോസ്തല പ്രവൃത്തി, പൗലൂസിന്റെ എഴുത്തുകള്, സാർവത്രിക ലേഖനങ്ങള്, വെളിപ്പാട് പുസ്തകം, ഇതിൽ മുഴുവൻ പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തികൾ വളരെ വളരെ വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. പ്രിയരെ, നിങ്ങളൊന്ന് ഓർക്കണേ, നമുക്കൊരു ചെറിയ അബദ്ധം നമുക്ക് സംഭവിക്കാറുണ്ട്. മഹോപദ്രവകാലത്തിൽ പരിശുദ്ധാത്മാവില്ല എന്നൊക്കെ നമ്മൾ ചിന്തിക്കുന്നവരുണ്ട്. അത് തെറ്റാണ്. മഹോപദ്രവകാലത്തിൽ പരിശുദ്ധാത്മാവുണ്ട്. മഹോപദ്രവകാലത്തിലൂടെ ഇന്നത്തെക്കാൾ ഭയങ്കരമായ പ്രസംഗങ്ങളാണ് അന്ന് നടക്കാൻ പോകുന്നത്. 2 സാക്ഷികളുടെ ഇറങ്ങി വരുന്നു, അവർ 3.5 കൊല്ലം സുവിശേഷം പ്രസംഗിക്കുന്നു. എത്ര വ്യക്തമായിട്ട് ബൈബിളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവരുടെ പ്രസംഗത്തിന് ശേഷം അവരെ കൊല്ലുന്നു. കൊന്നു കഴിയുമ്പോൾ അവര് ജീവനോടെ 3 ദിവസം കഴിഞ്ഞ് അല്ലെ 3.5 ദിവസം കഴിഞ്ഞ് മേളിലോട്ട് പോകുന്നു. അപ്പോൾ മലാഖമാര്, സ്വർഗത്തിലെ ദൂതന്മാര് വന്ന് പ്രസംഗിക്കുന്നുണ്ട്. ആകാശമേഘങ്ങളിൽ കൂടെ പ്രസംഗിക്കുക. നിങ്ങൾ ശ്രദ്ധിക്കണം, പരിശുദ്ധാത്മാവിന്റെ ഇന്റർവെൻഷൻ ഇവിടെയെല്ലാം ഉണ്ട്. ശ്രദ്ധിക്കൂ. അങ്ങനെയെങ്കിൽ ഇന്നത്തെ സമയം തീർന്നതുകൊണ്ട് ഞാൻ നിർത്തട്ടെ. ഇനി നമുക്ക് പഠിക്കേണ്ടത് പാർട്ട് 2 ഞാനിവിടെ പാർട്ട് 1 അവസാനിച്ചു. അങ്ങനെയെങ്കിൽ പാർട്ട് 2 നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. വർക്ക്സ് ഓഫ് ഹോളി സ്പിരിറ്റ്, പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തികൾ എന്ന സെക്ഷൻ നമ്മൾ അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. നോക്കൂ, സിനോപ്റ്റിക് ഗോസ്പൽസിൽ, യോഹന്നാന്റെ സുവിശേഷത്തിൽ, അപ്പോസ്തല പ്രവൃത്തികളിൽ, പൗലൂസിന്റെ എഴുത്തുകളിൽ, സാർവത്രിക ലേഖനങ്ങളിൽ, അതേ വെളിപ്പാട് അതെ പുസ്തകത്തിൽ തീർന്നില്ല. നോക്ക്, പ്രവാചകന്മാരുടെ സമയത്ത്, പിന്നെ മോശയുടെ കാലം, ജോഷുവയുടെ കാലം, ദാവീദിന്റെ കാലം, ഞാൻ ഇടയ്ക്കത്തൊക്കെ വിട്ടുകളഞ്ഞതാ. ദാവീദിന്റെ കാലം, ശൗലിന്റെ കാലം, ഇവരെല്ലാം പരിശുദ്ധാത്മാവിന്റെ നിറവിൽ നിറഞ്ഞവരായിരുന്നല്ലോ. സിംബൽസ്, അച്ചാരം, മേഘം, മഞ്ഞ്, മുദ്ര, തീയ്, പ്രാവ്, വെള്ളം, എണ്ണ, കാറ്റ് എന്ന് വേണ്ട. ഗ്രേറ്റ് കമ്മീഷനിൽ ഉണ്ടായിരുന്നു. ഇതിലെല്ലാം നമുക്ക് ഒരുമിച്ച് പഠിക്കാൻ കഴിഞ്ഞു. പരിശുദ്ധാത്മാവ്. അങ്ങനെയെങ്കിൽ ഈ പരിശുദ്ധാത്മശാസ്ത്രം നമ്മൾ പഠിക്കുമ്പോൾ നമ്മുടെ ചിന്താഗതി ആകെ മാറണം. പ്രിയരെ, പിതാവിനേക്കാൾ താണവനോ പുത്രനേക്കാൾ താണവനോ അല്ല പരിശുദ്ധാത്മാവ്. തൃത്വത്തിൽ 3-ാമൻ എന്ന് പറയുമ്പോൾ പോലും ത്രിത്വത്തിൽ അല്ലെങ്കിൽ ആളത്വത്തിൽ, ഏകത്വത്തിൽ, തൃത്വത്തിൽ ഏകത്വമാണ് നമ്മൾ പഠിക്കുന്നത് എന്നുള്ള കാര്യം മറക്കരുത്. ട്രയൂൺ ഗോഡാണ്. ഓക്കെ, താങ്ക് യു. ഇന്നിവിടെ നിർത്തുന്നു. അടുത്ത ക്ലാസ്സിൽ പാർട്ട് 2 പഠിക്കാം. ഓവർ ടു പാസ്റ്റർ ലാലു ജേക്കബ്. വളരെ അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ ക്ലാസ് എടുക്കുവാൻ കർത്താവിന്റെ ദാസനെ ദൈവം സഹായിച്ചുവല്ലോ. നമുക്ക് പ്രാർത്ഥനയോടെ നമുക്ക് പിരിയാൻ. കർത്താവ് ഇത്രത്തോളം കർത്താവിന്റെ ദാസനെ സഹായിച്ചതോർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് ജോയിൻ ചെയ്ത എല്ലാവർക്കും പ്രത്യേക നന്ദി അറിയിക്കുന്നു. ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ. നാം എല്ലാവരും സ്തോത്രം. നമുക്ക് പിരിയുന്നതിന് മുമ്പായിട്ട് പ്രിയ എലിസബeth വർഗീസ്, സിസ്റ്റർ എലിസബeth വർഗീസ് ആന്റി പ്രാർത്ഥിച്ചാണ്. സ്തോത്രം. സ്തോത്രം, 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 സ്തോത്രം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ പിതാവേ,
കർത്താവെ, ഇന്ന് ഞങ്ങൾക്ക് ഞങ്ങളുടെ ബൈബിൾ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുവാനായി കർത്താവ് ഞങ്ങൾക്ക് തന്ന കൃപയ്ക്കായി സ്തോത്രം. ഇന്നിവിടെ ഈ മീറ്റിങ്ങിൽ കൂടി വന്ന എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കണമേ, സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് വചനം പഠിപ്പിച്ചു തന്ന കർത്തൃദാസനെ കർത്താവിന്റെ കരങ്ങളിലേക്ക് സമ്പൂർണമായി സമർപ്പിക്കുന്നു. കർത്താവെ, അങ്ങയുടെ ദാസനെ അവിടുന്ന് ശക്തിയായി ഇന്ന് ഉപയോഗിച്ച കൃപയ്ക്കായി സ്തോത്രം. പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ച് കർത്താവെ, ഓൾഡ് ടെസ്റ്റ്മെന്റിലും ന്യൂ ടെസ്റ്റ്മെന്റിലും ഒക്കെയുള്ള പ്രവർത്തനങ്ങള്, വിവിധ കാലഘട്ടങ്ങളിലുള്ള പ്രവർത്തനങ്ങള്, പരിശുദ്ധാത്മാവ് തൃത്വത്തിൽ മൂന്നാമനായിരിക്കുന്നു എന്നുള്ള വിവരമൊക്കെ കർത്താവെ അങ്ങയുടെ ദാസനിൽ കൂടെ കർത്താവെ ഞങ്ങൾക്ക് അറിയുവാനിടയാക്കിയതിനായി സ്തോത്രം. കർത്താവെ, അത് ഞങ്ങൾക്ക് വീണ്ടും ഉറപ്പിച്ചു തന്നതിനായി സ്തോത്രം. ഞങ്ങൾ പഠിക്കുന്ന കാര്യങ്ങളൊക്കെ ഞങ്ങളുടെ ആത്മീക വർധനവിനും അനേക ജീവിതങ്ങളെ കർത്താവിങ്കിലേക്ക് വഴി നടത്തുവാനും മുഖാന്തരമായി തീരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് കയറുവാൻ കഴിയാതിരുന്നവരെയും കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. അവരെയും അവിടുന്ന് അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ വരവ് വരെയും ഞങ്ങളെ അവിടുന്ന് കാത്തു സൂക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ കരങ്ങളിൽ എല്ലാ വിഷയങ്ങളും ഏൽപ്പിക്കുന്നു. അവിടുന്ന് പ്രാർത്ഥന കേട്ട് മറുപടി അയച്ചതിനായി സ്തോത്രം. വീണ്ടും ഞങ്ങൾ കൂടി വരും വരെയും കർത്താവിന്റെ കൃപ എല്ലാവരോടും കൂടെയും ഉണ്ടായിരിക്കണമേ. അവിടുത്തെ വരവിനായി ഞങ്ങളെ ഒരുക്കണമേ, പ്രത്യാശയാൽ നിറയ്ക്കണമേ. സകലവും അവിടുത്തെ പുത്രനായ യേശു കർത്താവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ആമേൻ. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ യേശു ക്രിസ്തുവിന്റെ കൃപയും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും സാന്നിധ്യവും ഇന്ന് ജോയിൻ ചെയ്ത എല്ലാ പ്രിയപ്പെട്ടവരോടൊപ്പം, ഇന്ന് ക്ലാസ് എടുത്ത കർത്താവിന്റെ ദാസനോടൊപ്പം ഇന്ന് മുതൽ നീക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്.